NSS സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ 1000-ൽ പരം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ പുന്നപ്ര എല്ലാ പ്രവർത്തകർക്കും. അപ്പോൾ ശബരിനാഥൻ MLA സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ചെയ്യാൻ കഴിഞ്ഞതിൽ കേട്ടോ. അപ്പം മിനിസ്റ്ററുടെ വോയിസ് നിങ്ങളെല്ലാവരും കേട്ടോ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, കാരണം കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ നമ്മളടുത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മിനിസ്റ്ററുടെ സൗണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ മിനിസ്റ്ററുടെ സൗണ്ട് ഇപ്പം തന്നെ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം മിനിസ്റ്ററുടെ സൗണ്ട് കേട്ടിട്ടില്ലാത്തവരൊക്കെ മിനിസ്റ്ററുടെ സൗണ്ട് കേൾക്കും. ഞാൻ സഹകരണ ദേവസ്വം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിന് സ്വന്തമായി ഒരു ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുവാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തുടക്കം കുറിച്ച മാപ്പത്തോണിന്റെ ഭാഗമായി കേരള സാങ്കേതിക സർവകലാശാല NSS സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ 1000-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ട്രെയിനിംഗ് നൽകിക്കൊണ്ട് പൂർത്തീകരിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് നേതൃത്വത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. കേട്ടല്ലോ, മിനിസ്റ്ററുടെ സൗണ്ട് എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഒരു ഡിജിറ്റൽ ഭൂപടം, കേരളത്തിൻ്റെ ഡിജിറ്റൽ ഭൂപടം ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം. അരുവിക്കര MLA സൗണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കാരണം എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി ആ സൗണ്ടിൽ കൂടി ഒന്ന് പോവുക കേട്ടോ. അപ്പം MLA സൗണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി പ്ലേ. നമസ്കാരം, ഞാൻ ശബരിനാഥൻ, അരുവിക്കര MLA. കേരളത്തിന്റെ സാങ്കേതിക കുതിപ്പിന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ യുവ എഞ്ചിനീയർമാർക്കാണ്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ നമ്മൾക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മിനിസ്റ്ററുടെ സൗണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ മിനിസ്റ്ററുടെ സൗണ്ട് ഇപ്പം. ഒരു മാപ്പത്തോണിന്റെ ഭാഗമായി ഈ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 8-ൽ പരം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതൃത്വം നൽകിയ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. കൂടുതൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം, ജയ്. അപ്പം MLA സൗണ്ട് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന് അഭിയാണ്. എല്ലാവരും പ്രോഗ്രാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കമൻസൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഒരു നല്ല നേതൃത്വം അതിൻ്റെ പിറകിലുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? അവരിലേക്കാണ് നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് ആരുടെ വോയിസാണെന്ന് വെച്ചാൽ ഡോക്ടർ VM ജോയ് വർഗീസ് സാറിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ ഡോക്ടർ VM ജോയ് വർഗീസ് സാർ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതിൻ്റെ പൊസിഷൻ ഞാൻ ഈ സമയത്ത് പറയാൻ പോവുകയാണ്. അദ്ദേഹം APJ അബ്ദുൽ കലാം കേരള സാങ്കേതിക സർവകലാശാല ആദ്യത്തെ ചോദ്യം. ഞാൻ ഏകദേശം
15 വർഷത്തോളമായി NSSൽ പ്രവർത്തിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം 7 വർഷത്തോളം ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന സൗഹൃദ കൂട്ടായ്മകളിലൂടെ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സൗഹൃദ സംഭാഷണങ്ങളിലൂടെയൊക്കെ ആണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല മനസ്സിലേക്ക് വന്നതെന്ന് തോന്നുന്നു. പിന്നീട് അന്ന് NSS ഒന്നോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഒരു വോളണ്ടിയറും അല്ലായിരുന്നു. പക്ഷെ തുടർന്ന് പഠനം പൂർത്തിയാക്കി 2006 ഞാൻ ട്രിവാൻഡ്രത്തെ PAST കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൽ ചേരുമ്പോൾ 2006 അവിടുത്തെ പ്രോഗ്രാം ഓഫീസറായിട്ട് ചാർജ്. തുടർന്ന് 2008 ഞാൻ അവിടെ മറ്റൊരു കോളേജിലേക്ക് മാറി. അവിടെ ഞാൻ പ്രോഗ്രാം ഓഫീസർ അല്ലായിരുന്നുവെങ്കിലും NSSലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം പങ്കെടുക്കുമായിരുന്നു. തിരുവനന്തപുരം FET എഞ്ചിനീയറിംഗ് കോളേജ്. അത് കഴിഞ്ഞ് 2014 ഞാൻ കോട്ടയം RIT എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് മുതൽ ഞാൻ പ്രോഗ്രാം ഓഫീസറായിട്ട് വീണ്ടും ചാർജ് എടുക്കുകയും ഇന്നുവരെയും ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആണെങ്കിലും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രോഗ്രാം ഓഫീസറും കൂടെയാണ്. ഇന്നുവരെയും പ്രോഗ്രാം ഓഫീസറായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലമായിട്ട് സാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അല്ലെ? വളരെ സന്തോഷം അറിയാൻ കഴിഞ്ഞതിൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് സാറേ. നമുക്കറിയാം അക്കാദമിക് തിരക്ക് വളരെ കൂടുതലാണ്. APJ KTU ആ ഒരു കുറെ തിരക്കുകളുണ്ട്. ആ തിരക്കിന്റെ ഇടയിലും സാർ ഈ സ്റ്റേറ്റ് NSS സെൽ പ്രോഗ്രാം കോർഡിനേറ്റർ പദവി ഇത്ര ഭംഗിയായിട്ട് സാറിന് എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായും വിഷയ തിരക്കുകളുണ്ട്. പക്ഷെ NSS എന്നുള്ളതൊരു പാഷനാണ്. പലപ്പോഴും അക്കാഡമിക് തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരു പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലയിൽ അക്കാഡമിക് തിരക്കുകൾക്ക് ഒരു റിലാക്സേഷൻ ആണ് ഈ NSS പ്രോഗ്രാം ഓഫീസർ ആയിട്ടിരിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഈ NSS പ്രവർത്തനങ്ങളിൽ വളരെ ഭംഗിയായിട്ട് തിരക്കുകൾക്കിടയിലും പലപ്പോഴും ചുമതലകളൊക്കെ വരുന്ന തിരക്കുകൾ ഉണ്ടാകാറുണ്ട്. എങ്കിൽ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി കിട്ടുന്നത് തീർച്ചയായും നമ്മുടെ വോളണ്ടിയേഴ്സിനോടൊപ്പം സമയം പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന സൗഹൃദങ്ങളിലൂടെയും അതിലൂടെ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സന്തോഷം സാർ. ഇത്രയും ആസ്വദിച്ചാണ് സാർ ഈ പദവി മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിഞ്ഞു കഴിഞ്ഞതിൽ വളരെ സന്തോഷം സാർ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കേരളത്തിന്റെ ഡിജിറ്റൽ ഭൂപടമായ മാപ്പത്തോൺ പ്രാവർത്തികമാക്കാൻ NSS ഒരു പ്രധാന പങ്ക് വഹിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇതിനെപ്പറ്റി സാറിന്റെ കുറച്ച് വാക്കുകൾ വേണം. എന്തൊക്കെയാ സാറിന് പറയാനുള്ളതെന്ന് അറിയണം. കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമേ ഇത് തുടങ്ങാൻ ഇതിന് മറുപടി പറയാൻ കഴിയുകയുള്ളൂ. ശരിക്കും ഈ പ്രവർത്തനങ്ങളിൽ ഞാൻ തനിച്ചല്ല. ഞാനൊരു കോർഡിനേറ്റർ മാത്രമാണ്. ഓരോ പരിപാടിക്കും പ്രോഗ്രാം ഓഫീസർമാരിൽ തന്നെ ഏകദേശം 182ഓളം യൂണിറ്റുകൾ എനിക്കുണ്ട്. 182ഓളം പ്രോഗ്രാം ഓഫീസർമാർ എന്റെ കൂടെയുണ്ട്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും വിവിധ പ്രോജക്ടുകൾ നയിക്കുന്നത്. അപ്പോ ഈ മാപ്പത്തോൺ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. അത് നടത്തുന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് സാങ്കേതിക സർവകലാശാല നാഷണൽ സർവീസ് സ്കീംസ് അല്ല. അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ രതീഷാണ്. അപ്പോ ഈ ഒരു പരിപാടി സംസ്ഥാന സർക്കാരിന്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ശരിക്കും നമ്മുടെ സംസ്ഥാനത്തിനൊരു ഡിജിറ്റൽ ഭൂപടം ഇല്ല. പിന്നെ ഭൂപടം എന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുമാണ്. കാരണം പുതിയ റോഡുകൾ വരുന്നു, പുതിയ പാലങ്ങൾ വരുന്നു, പുതിയ കെട്ടിടങ്ങൾ വരുന്നു. ഇത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭൂപടം. അത് ശരിക്കും ഒരു വലിയൊരു ഒരു സന്നദ്ധ സേന അതിന്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ ഭൂപടം എപ്പോഴും അപ്ഡേറ്റ് ആക്കി നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ഭൂപടം ഉണ്ടാക്കുവാനും അതിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുവാനുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാപ്പത്തോൺ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ രതീഷാണ് അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതെ, അപ്പം അത് അറിയാൻ കഴിഞ്ഞത് സാറിന്റെ അടുത്ത് ഈ തീരുമാനം അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതിനും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും വേണം. അതിന് തന്നെ ഒരു ജിങ് അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയാൻ പറ്റി. അപ്പൊ പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം. മാപ്പത്തോൺ ഓൾറെഡി അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൈക്കിൾ റാലി അവർ കോർഡിനേറ്റ് ചെയ്തിരുന്നു എന്നറിയാൻ പറ്റി. അപ്പൊ സാറിന് അതിനെപ്പറ്റി 2 വാക്കുകൾ പറയാനുണ്ടോ?
അവരുടെ പ്രവർത്തനങ്ങളില് ഈ മേപ്പത്തോളില് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല എല്ലാ ഞങ്ങളുടെ സർവകലാശാലയിലെ യൂണിറ്റുകളെ 6 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ജില്ലാടിസ്ഥാനത്തിൽ 6 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ മേഖലയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊഫസർ രതീഷ് ഇതിനെ സ്റ്റേറ്റ് വൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നു. ഓരോ മേഖലയിലും ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം ഓഫീസർ ഉണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയ ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു സൈക്കിൾ റാലി 2019. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജായ PRS എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം വെള്ളറട, അവിടെ നിന്നും കാസർഗോഡ് LDS എഞ്ചിനീയറിംഗ് കോളേജ് വരെ 10 കുട്ടികൾ സൈക്കിളിൽ യാത്ര ചെയ്യുകയും കേരളത്തിനകത്തുള്ള മറ്റ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും പല ഭാഗങ്ങളിലായി ഇവരോടൊപ്പം കുട്ടികളെ സൈക്കിളിൽ ഇവരെ അനുഗമിക്കുകയും ചെയ്യും. അപ്പോ ആ പരിപാടിയുടെ ആലപ്പുഴ കോട്ടയം കോർഡിനേറ്റർ ആയിരുന്നു രതീഷും പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജ്. അവരത് വളരെ ഭംഗിയായിട്ട് കൊല്ലം ബോർഡറിൽ നിന്ന് എറണാകുളം ബോർഡർ എത്തുന്നതുവരെയുള്ള സമയത്ത് ആ കോളേജിന്റെ പുന്നപ്ര കോളേജിലെ ഓൾ എൻജിഒസിന്റെയും രതീഷിന്റെയും മറ്റ് കൂടെയുള്ള ആ പ്രദേശത്തുള്ള മറ്റെല്ലാ കോളേജുകളുടെയും വളരെ സഹകരണം ഉണ്ടായിരുന്നു. അതായിരുന്നു സൈക്കിൾ റാലി, അതായിരുന്നു ഒരു മെയിൻ പ്രോഗ്രാം. അതിനുശേഷമാണ് ഈ പ്രോഗ്രാം അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. അതെ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല രീതിയിലുള്ള വർക്കുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏതെങ്കിലും അംഗീകാരം നമുക്ക് NSS ലഭിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതുതായിട്ട് അടുത്ത ദിവസത്തെ കഴിഞ്ഞ ഈ ആഴ്ചയിൽ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ യൂത്ത് ആൻഡ് ബോയ് ലോഗില് നമ്മുടെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള യൂത്ത് കൊറോണ വാരിയർ ലിസ്റ്റ് ചെയ്തു. കൊറോണ വ്യാപനം തടയുന്നതിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ പ്രമുഖരായ 10 യൂത്ത് ആൾക്കാരെ ലിസ്റ്റ് ചെയ്തു. അതിലൊരെണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നും ME എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണ, അവിടെയുള്ള പ്രൊഫസർ ഫൈസലിന്റെ പേരായിരുന്നു അതിനകത്ത്. അദ്ദേഹം അവിടുത്തെ പ്രോഗ്രാം ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പലപ്പോഴും അന്താരാഷ്ട്ര തലങ്ങളിൽ നടക്കുന്ന യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ കുട്ടികൾ സെലക്ട് ചെയ്യപ്പെടാറുണ്ട്. ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്നുള്ള NSS സെല്ലുകളായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ് വിന്നേഴ്സായി മാറിയത്. ഇങ്ങനെ പല അംഗീകാരങ്ങൾ കേരളത്തിലെ NSS പ്രവർത്തനങ്ങളെ പലപ്പോഴും തേടി വരാറുണ്ട്. സന്തോഷം സാർ അറിയാൻ കഴിഞ്ഞതിൽ. ഇനി ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഈ ഒരു കൊറോണ കാലത്തും നമ്മുടെ NSS പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. അപ്പൊ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതെ, പ്രവർത്തനങ്ങൾ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപൂർവം ചില സ്ഥലങ്ങളില് നമ്മുടെ വോളണ്ടിയേഴ്സ് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ നേരിട്ട് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് നേരിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ME എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ നേരിട്ട് NSS വോളണ്ടിയേഴ്സിന്റെ സഹകരണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അവരവിടെ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം DMO ഓഫീസിലും NSS വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടുള്ളതും ഓൺലൈനായിട്ട് ഏകദേശം സർവകലാശാലയിലെ ഏകദേശം 5000-ഓളം വോളണ്ടിയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൊറോണ ട്രെയിനിങ് നേടുകയുണ്ടായി. പിന്നെ സന്നദ്ധ സേനയിൽ പ്രവർത്തിക്കുന്ന NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ പോയ കുട്ടികളെ തിരിച്ച് ആ ഒരു കൂട്ടായ്മയിലേക്ക്, സൗഹൃദ കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. ഒരു NSS ഓൺലൈൻ ടെസ്റ്റ്, സ്റ്റേറ്റ് ഒരു മാഗസിൻ, പലതരം മത്സരങ്ങൾ, പലതരം കോഴ്സുകൾ, ഇതൊക്കെ ഫോട്ടോഷോപ്പിന്റെ ഒരു കോഴ്സ്, ഇങ്ങനെ പല പരിപാടികളും ഈ കാലഘട്ടത്തിൽ നടത്തുന്നു. വളരെ ആക്റ്റീവായിട്ട് തന്നെ യൂണിറ്റുകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് കരുതുന്നത്. അപ്പൊ സന്തോഷം സാർ, ഇത്രയും ഉത്തരങ്ങൾ ഞങ്ങൾക്ക് തന്നതിലും ഏകദേശം NSSന്റെ പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ ഇത് സഹായിക്കും. അപ്പൊ വളരെ സന്തോഷം സാർ. ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം മാറ്റി വെച്ചതിൽ ഹൃദയത്തിൽ തൊട്ട് സാറിനോട് നന്ദി പറയാം. താങ്ക് യു സാർ. താങ്ക് യു സാർ.
അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടത് സ്റ്റേറ്റ് NSSL കോർഡിനേറ്റർ ഡോക്ടർ VM ജോയ് വർഗീസ് സാറിൻ്റെ വോയിസാണ്. വളരെ നല്ല രീതിയിൽ സാറ് നമുക്ക് എല്ലാം ക്ലിയറാക്കി തന്നു എന്നുള്ളതാണ്. സാറിൻ്റെ ഇത്രയും തിരക്കിനുള്ളിലും സാറ് NSS സാറ് മനസ്സിനോട് ചേർത്ത് കൊണ്ടുപോകുന്നു. സാറ് പഠിക്കുന്ന കാലത്ത് സാർ ഇതിന് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, എന്നാലും സാർ അതിന് വളരെ അധികം മനസ്സിനോട് ചേർത്തി ഏത് യൂണിറ്റിന് ഏത് വർക്ക് കൊടുത്താൽ അത് ഉഷാറാവും. എല്ലാ കണക്ക് കൂട്ടലും കൊണ്ട് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊറോണ കാലത്തും നമ്മളെ അത് ഒരു പ്രശ്നത്തിലാക്കുന്നില്ല. നമ്മുടെ NSS വർക്കുകൾ വളരെ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സാറിന് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയാണ് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇത്രയും സമയം തന്നതിൽ. അതിലിടയ്ക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, നമുക്ക് കമൻറ്റ്സിലേക്കൊന്ന് പോവാം. കാരണം ഇതൊരു സ്റ്റേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാകും. കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പം എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുരാജ് ചോദിക്കുന്നുണ്ട്, ലിസണിങ് ചെയ്യുന്നുണ്ട്. വിശാഖ് പൂവൊക്കെ തന്നിട്ടുണ്ട്, താങ്ക് യു വിശാഖ്, താങ്ക് യു. സുദർശ് മലയിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. സുദർശ് മലയിൽ ഇതൊരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാമാക്കി മാറ്റിയ സ്ഥിതിക്ക് നമ്മൾ ഓരോ എഞ്ചിനീയറിംഗ് കോളേജിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജാണ് ഇന്നത്തെ കോളേജ്. ഒരുപാട് കോളേജുകൾ ഒരുപാട് പ്രോഗ്രാംസ് ഈ കോളേജ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളിലൂടെയാണ് ഈ പരിപാടി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുദർശ് വളരെ സന്തോഷത്തോടെ ഇത് കേൾക്കുക. ഒരുപാട് ഇൻ്റർവ്യൂസ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ സുദർശ് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാം കേട്ട് സുദർശൻ മനസ്സിലാക്കുക. സുദർശന് NSS ഭയങ്കര ഇഷ്ടമാണ്, എനിക്കറിയാം. പണ്ടേ എന്നോട് പല രീതിയിലുള്ള NSS ഡൗട്ടുകളും ചോദിക്കുന്ന ആളാണ്. പിന്നെ അജയ് ലിസൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ KMCT കോളേജിലെ NSS വോളണ്ടിയറാണ്, ഒപ്പം തന്നെ ഒരു നല്ല കലാകാരനും കൂടിയാണ്. അപ്പം അജയ് കറക്റ്റായിട്ട് വന്ന് ലിസൺ ചെയ്യുന്നുണ്ട്. അജയ് ദേവൻ ഒരു ഭയങ്കര ഒരു സ്മൈലി ഫേസ് ഒക്കെ ആയിട്ട് ദേവൻ എത്തിയിട്ടുണ്ട്, താങ്ക് യു ദേവൻ. അതേപോലെ സിബിൻ കുറച്ച് മെസ്സേജൊക്കെ, ഡിജിറ്റൽ മാപ്പ് ഓഫ് കേരള ഗ്രേറ്റ് എഫേർട്ട്, പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഓൾ ഡീറ്റെയിൽസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ മാപ്പ്. സിബിൻ, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് വളരെയധികം ഉപകാരം ചെയ്യും. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിജിറ്റൽ മാപ്പ് എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് രതീഷ് സാർ തന്നെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യൂ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ളതെല്ലാം നിങ്ങൾ കേട്ടല്ലോ, സാറിൻ്റെ വോയിസ് കേട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ആരുടെ വോയിസിലേക്കാണെന്ന് വെച്ചാൽ ഡോക്ടർ ശശികുമാർ സാറിൻ്റെ വോയിസിലേക്കാണ്. ശശികുമാർ സാർ ആരാ എന്നുള്ള കൺഫ്യൂഷൻ ആർക്കും വേണ്ട, ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശശികുമാർ സാർ ഡയറക്ടറാണ്, ഡയറക്ടർ ഓഫ് കെയ്പ്പ് ആണ്, കെയ്പ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറാണ്. കെയ്പ്പ് എന്താണെന്ന് പലർക്കും സംശയം കാണും, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതാണ് കെയ്പ്പ്. ആ കെയ്പ്പിൻ്റെ അണ്ടറിൽ നമ്മുടെ കേരളത്തിൽ 9 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ആ 9 എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ്. ആ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിനാണ് ഇന്ന് നമ്മൾ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ 8 ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെയുണ്ട്, അതെല്ലാം പ്രോഗ്രാമിൽ വരും. അപ്പോൾ നമുക്ക് സാറിൻ്റെ വോയിസിലേക്ക് പോവാം. സാറിൻ്റെ വോയിസ് നമ്മൾ മെയിനായിട്ട് സാറിനോട് ചോദിച്ചിരിക്കുന്നത് പുന്നപ്രയുടെ കുറേ കാര്യങ്ങളാണ്. പിന്നെ പൊതുവേ കേപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ സാറിനോട് ചോദിച്ചറിയണ്ടായി. സാറും വളരെ ആക്റ്റീവായിട്ടാണ് ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. സാർ പഠിക്കുന്ന കാലത്തെ ഒരു NSS വോളണ്ടിയർ ആയിരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയായി. കാരണം അന്ന് മുതലേ സാറ് NSS എന്താണെന്ന് തൊട്ടറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറ് ഈ പദവിയിലെത്തി നിൽക്കുമ്പോഴും NSSന് അതേ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശശികുമാർ സാറിന് എത്ര സന്തോഷത്തോടെ സ്മരിച്ചാലും മതിയാവില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സാർ ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പം സാറുണ്ട്, നമുക്ക് ശശികുമാർ സാറിൻ്റെ വോയിസിൽ കൂടെ തന്നെ എന്തൊക്കെ പ്രത്യേകതകളാണ് സാറ് കെയ്പ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നതെന്ന് അറിയാം. അപ്പം നമ്മൾ സ്റ്റേ ട്യൂൺഡ്, സാറിൻ്റെ വോയിസിന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. വെൽക്കം സാർ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് സാറിനെ വെൽക്കം ചെയ്യാണ്. ഇതൊരു FM പ്രോഗ്രാമാണ്, NSS ബേസ്ഡ് പ്രോഗ്രാമാണ്. ഞാൻ ആദ്യം നിശ്ചിതയാണ്, കൂടാതെ KMCT കോളേജ് എഞ്ചിനീയറിംഗിന്റെ CEO ആണ്. അപ്പൊ ആദ്യം സാറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ്, പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. സാറ് കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതായത് കേപ്പിന്റെ ഡയറക്ടറാണ്. അപ്പൊ കേപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ശശികുമാർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ സാറിന്റെ അടുത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാണ്. സാറിനോട് ഞാൻ ചോദിച്ചോട്ടെ സാർ? ഞാൻ ചോദിക്കാണ്. അപ്പൊ കേപ്പിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സാറ് NSS പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് കേട്ടോ. സാറേ, ഞാനെന്ന് പറഞ്ഞിട്ട് NSSന്റെ വോളണ്ടിയർ ആയിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. അതെ, ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. പുതിയ അറിവാണ് സാറേ, വളരെ സന്തോഷം. ടീച്ചിങ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഈ 4 വർഷവും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ എന്റെ വ്യക്തിത്വ വികാസത്തിന് നല്ല പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ NSS.
ശരിക്കും സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ സർവീസിൽ വന്നതിന് ശേഷം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കോളേജുകളിലും അതിന്റെ അഡ്വൈസറി കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ അതെ, സന്തോഷം. നാഷണൽ സർവീസ് ടീമിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളെ നല്ല സാമൂഹിക ബോധമുള്ളവരായി മാറ്റുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത്. മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഘടിക്കുന്ന ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ആശയമാണ് NSS ഉയർത്തുന്ന മതമേതെങ്കിലുമാകട്ടെ മനസ്സ് നന്നാവട്ടെ എന്ന ആശയം. വിദ്യാർത്ഥികളുടെ വ്യക്തിവികാസത്തിന് വലിയ പങ്ക് NSS വഹിക്കുന്നുണ്ട്. നല്ല രാജ്യസ്നേഹികളായി ഒരു തലമുറയെ വാർത്തെടുക്കാൻ NSS പ്രവർത്തനം തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. ഊർജ്ജസ്വലരായ ഒരു യുവതലമുറയാണ് വാർത്തെടുക്കുന്നതിന് NSS പ്രവർത്തനം എന്നും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രളയ കാലഘട്ടത്തിൽ NSS വോളണ്ടിയർമാർ ഏറ്റെടുത്തുള്ള പ്രവർത്തനം നമ്മളേവർക്കും ആശ്വാസം പകർന്നിട്ടുണ്ടെന്നതിൽ തർക്കമില്ല. അത് തന്നെ കാണിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ NSS പ്രവർത്തനങ്ങൾ രാഷ്ട്ര നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തുമാത്രം പങ്കുവഹിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ സന്തോഷം സാർ. അതാണ് ഈ ചോദ്യത്തിന് എന്റെ ഒരു മറുപടി എന്ന നിലയിൽ പറയാനുള്ളത്. വളരെ ആപ്റ്റായിരുന്നു സാർ. സാറ് NSS വോളണ്ടിയർ ആയിരുന്നു എന്നുള്ളത് വളരെ, കാരണം അവിടെ തൊട്ടിട്ട് സാർ അതിനെ തൊട്ടറിയാണ്. അപ്പൊ സാർ ഇപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് നിൽക്കുമ്പോഴും സാർ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. വളരെ സന്തോഷം സാർ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോവാണ് സാറേ. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS പ്രവർത്തനങ്ങളെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമാക്കി എന്താണെന്ന് എനിക്കൊരു സംശയം ഉണ്ടാക്കിയത്. നമ്മൾ ഫസ്റ്റ് പുന്നപ്ര സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ സാറേ. എല്ലാ കീപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ പോകുന്നതാണ് സാറേ. ഫസ്റ്റ് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് NSS പ്രവർത്തനം പൊതുസമൂഹം, പ്രത്യേകിച്ച് ആലപ്പുഴ നിവാസികൾ നന്നായി അറിഞ്ഞിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. ഒന്നാം പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രളയം അനുഭവിച്ച ആളുകൾ വന്ന ക്യാമ്പ്, ഏറ്റവും വലിയ ക്യാമ്പായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കോളേജിലാണ് നടന്നത്. ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തത്, ഒരു പരാതി പോലും ഇല്ലാതെ നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ ആ കോളേജിലെ NSS വോളണ്ടിയേഴ്സും അവിടുത്തെ പ്രിൻസിപ്പലും ആ ടീമും ആയിരുന്നു. ആലപ്പുഴയിലെ ഒട്ടേറെ കമ്മ്യൂണിറ്റി എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങൾക്ക് ഈ നേതൃത്വം നൽകിയിട്ടുണ്ട്. വിവിധ ആശുപത്രികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സാങ്കേതിക സഹായം നൽകുന്നതിന് എന്നും മുന്നിലുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സ്ഥാപനമായ സാഗര എന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, അതിനു വേണ്ടുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും അതിന്റെ മെയിന്റനൻസും എല്ലാ വർഷവും ഈ NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് അവിടെ നടത്തിയിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ സർക്കാരിന്റെ പുനർജനി പദ്ധതി. നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷം NSS സംസ്ഥാനം നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പുനർജനി പദ്ധതി. അതില് നമ്മുടെ അവിടുത്തെ ജില്ലാ ആശുപത്രി അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ അവരുടെ സാങ്കേതിക കഴിവ് ഉപയോഗപ്പെടുത്തി നല്ല ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കാൻ ഈ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം സ്പെസിഫിക് ആയി പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ച് മാത്രം പറയുന്നത്. തുടർന്ന് വരുന്ന ചോദ്യത്തിൽ എനിക്ക് തോന്നുന്ന മറ്റു കോളേജുകളുടെ പ്രവർത്തനം വരുമായിരിക്കും. ചീഫിന്റെ എല്ലാ കോളേജിലും മുൻപന്തിയിൽ തന്നെയാണ്. ഈ എപ്പിസോഡ് ഞങ്ങൾ പുന്നപ്ര ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഒരുപാട് ആലപ്പുഴയിൽ ഒരുപാട് വികസനപരമായ കാര്യങ്ങൾ ചെയ്യാൻ കോളേജിന് കഴിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകം എടുത്ത് പറയണം. സാറിന്റെ ഉത്തരം വളരെ കറക്റ്റ് ആണ്. സാറേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാപ്പത്തോൺ എന്ന പേരിൽ കേരളത്തിൽ ഒരു ഡിജിറ്റൽ ഭൂപടം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നാപ്പത്തോണിനെ പറ്റി 2 വാക്ക് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സാർ പറയാമോ? ഈ നാപ്പത്തോൺ എന്ന ആശയം തന്നെ നമുക്കറിയാം കേരള സർക്കാരിന്റെ ഒരു ആശയമായിരുന്നു. ഇത് നമ്മുടെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ കേരള സംസ്ഥാനം നാപ്പത്തോണിലേക്ക് പോയത്. ഇതിന്റെ ഉദ്ഘാടനം നമുക്കറിയാം. ഇത് IT ഡിപ്പാർട്ട്മെന്റിന്റെ IT മിഷന്റെ നേതൃത്വത്തിൽ ഇതാണ് ഇങ്ങനെ ഒരു ആശയം യഥാർത്ഥത്തിൽ ഉയർന്നു വന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.
ഈ പദ്ധതിക്ക് ആവശ്യം മനുഷ്യവിഭവശേഷിയും അവർക്കായിട്ട് പരിശീലനവും നൽകാൻ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് പുന്നപ്രയെ തെരഞ്ഞെടുക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയുടെ കീഴിലുള്ള യൂണിറ്റിൽ ഒന്നായ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് തന്നെ കാണിക്കുന്നത് അവിടെ നല്ല നേതൃത്വ ഗുണമുള്ള വിദ്യാർത്ഥികളും അതിനെ നയിക്കാൻ കഴിയുള്ള സ്റ്റാഫ് കോർഡിനേറ്ററും ഉണ്ട് എന്ന് യൂണിവേഴ്സിറ്റി ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത്, അത് ഏൽപ്പിച്ചത്. ഇത് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഏതാണ്ട് 1500ഓളം വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന പരിശീലനം, ആ പരിശീലനത്തിൽ നേതൃത്വം കൊടുക്കാൻ ഈ കോളേജിലെ ഞങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് സർക്കാർ ഈ പ്രവർത്തനം നടത്തുന്ന സർക്കാരിന് യഥാർത്ഥ വലിയ ചെലവുണ്ടായിട്ടില്ല. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ കലാമിറ്റീസ് പോലുള്ള സമയങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ആസൂത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇത്തരത്തിലുള്ള ഒരു മാപ്പ് ഏറ്റവും സഹായകരമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊരിക്കലും ഗൂഗിൾ മാപ്പ് പോലുള്ള ഒരു സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം. നമുക്ക് ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ഈ പറയുന്ന മാപ്പത്തോൺ എന്ന പദ്ധതി അത് യഥാർത്ഥത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്, അതിന് നേതൃത്വം കൊടുക്കാൻ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് എല്ലാം നല്ല ആശയമാണ്. അത് ആ അർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതെ, ശരിയാണ്. വളരെ സന്തോഷം സാർ. കാരണം ഇത്രയും കോളേജ് ഉണ്ടായിട്ടും സ്കേപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന് അതിനെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേക മികവ് തന്നെയാണ് അത് കാണിക്കുന്നത്. ആ രീതിയിൽ ഒരു ഭൂപടം തയ്യാറായി വരുന്നതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു. വളരെ താങ്ക് യു സാർ. ഇനി അടുത്തത് പുന്നപ്ര മാത്രം ഒതുങ്ങി നിൽക്കാതെ കേക്കിന്റെ മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് സാർ. ആ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കേക്കിന്റെ കോളേജുകളിൽ NSS പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടോ? NSS പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനമായും താങ്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പൊതുവായിട്ട്. ആദ്യത്തെ ചോദ്യത്തിന് എനിക്ക് NSS കോളേജിൽ NSSന്റെ പ്രവർത്തനം കേപ്പിന്റെ കോളേജിൽ ശക്തമായി മുന്നോട്ട് കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഓരോ കോളേജിലെ പ്രവർത്തനം പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. 4 വർഷം എന്ന് പറയാൻ കാരണം ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇതിന്റെ ഡയറക്ടറായി വരുന്നത്. ഞാൻ എല്ലാ കോളേജുകളിലും എന്റെ ആദ്യ സന്ദർശനത്തിൽ ആവശ്യപ്പെട്ടത് കോളേജിൽ നമ്മുടെ NSS യൂണിറ്റ് സജീവമാക്കണം. ആ NSS യൂണിറ്റിലൂടെയാണ് നമ്മുടെ ഇത് പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ കഴിയുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് സഹായം ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി രൂപീകരണം മുതൽ അതിന്റെ കമ്മീഷനിങ് വരെയുള്ള പദ്ധതികളിലൊക്കെ തന്നെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് ഏറ്റവും നല്ലൊരു മീഡിയയാണ് NS എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രവർത്തനം സജീവമാക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ NS സജീവമാകുന്നത്. എല്ലാ കോളേജിലും ഇപ്പൊ ഞങ്ങളുടെ യഥാർത്ഥ 9 എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് കോളേജാണുള്ളത്. ഈ 9 എഞ്ചിനീയറിംഗ് കോളേജിലും നല്ല രീതിയിലുള്ള NSS യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ഞങ്ങൾ എടുക്കുന്ന ഇതിനടുത്തുള്ള പ്രവർത്തനം സർക്കാരിന്റെ പുനർജനി പദ്ധതി നടപ്പാക്കുന്നതിൽ ഞങ്ങളുടെ NSS യൂണിറ്റ് എന്നും മുന്നിൽ തന്നെയായിരുന്നു. എനിക്ക് അറിയാം, ഞാൻ അടൂര് സർക്കാർ ആശുപത്രിയുടെ പുനർജനി പദ്ധതിയിൽ പങ്കെടുത്ത ആളാണ്. നമ്മുടെ ആറന്മുള കോളേജിലെ വിദ്യാർത്ഥി NSS യൂണിറ്റാണ് അതിന് നടത്തുന്നത്. ഏതാണ്ട് 3.5 കോടി രൂപയുടെ ഒരു കെട്ടിടം തന്നെ ഏതാണ്ട് ജീർണിച്ചു പോയിരുന്ന ഒരു കെട്ടിടത്തെ പുനർജനിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. നാട്ടില് വലിയൊരു അംഗീകാരം കിട്ടിയ ഒരു പദ്ധതിയായിരുന്നു അത്. അതേപോലെ എല്ലാ കോളേജുകളിലും അവരുടെ പ്രാദേശികമായിട്ടുള്ള ആശുപത്രികൾ പോലുള്ള പൊതുസ്ഥലങ്ങൾ അത് മെച്ചപ്പെടുത്തുന്നതിന് പുനർജനി പദ്ധതിയിൽ പെടുത്തി നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആ പദ്ധതി ഇപ്പൊ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും NSS ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. പൊതുസ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മാൻ പവർ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഊർജ്ജസ്വലരായ വിദ്യാർത്ഥികളുടെ
എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിവേഗം നടത്താൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ പുന്നച്ചേരി പദ്ധതി. പിന്നെ ഇതിന്റെ വാർഷിക ക്യാമ്പുകൾ ഒരു മുടക്കവുമില്ലാതെ ഞങ്ങളുടെ ഈ 7 ദിന ക്യാമ്പുകൾ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ വിദ്യാർത്ഥികളും അതിന് നേതൃത്വം കൊടുക്കുന്ന സ്റ്റാഫ് കോർഡിനേറ്ററും അത് പ്രധാനമായും ഞങ്ങൾ ഏറ്റെടുക്കുന്ന വളരെ റൂറലായിട്ടുള്ള പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതി രൂപീകരിച്ചുകൊണ്ടുള്ള 7 ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ആളുകളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർ നടത്തുന്ന കായികമായ പ്രവർത്തനം, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള അവരുടെ സാഹിത്യപരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഇതെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ഒരു വ്യക്തി വികാസത്തിനും അതിന്റെ വളർച്ചയ്ക്കും സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചില ഗ്രാമങ്ങൾ ദത്തെടുത്തിട്ടുണ്ട്. ആ ഗ്രാമത്തിന്റെ സാങ്കേതികമായ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കാളികളാകുന്ന പ്രവർത്തനങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഈ ത്രിതല പഞ്ചായത്തുകളുടെ ചില സർവേകൾ, ആ സർവേകൾ ഞങ്ങൾ വോളണ്ടിയറായി ഏറ്റെടുത്ത് നടത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ബാധ്യത അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാം. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും NSS നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പത്തനാപുരം കോളേജില് ഒരു ഗ്രാമം ഏറ്റെടുക്കുകയും സർക്കാർ ആവശ്യപ്പെട്ട സർവേ നടത്തി പൂർത്തീകരിച്ച് കൊടുത്തതിന് അവാർഡ് പോലും കൊടുത്തു കേന്ദ്ര സർക്കാർ. അങ്ങനെ ഉള്ള സാധനമുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് നന്നായി കോളേജുകളിൽ നടക്കുന്നുണ്ട്. NSS നടത്തുന്നുണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ കോളേജിലും ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ക്രോഡീകരണം നടക്കാറുണ്ട്. എന്റെ ഒരു നിർദ്ദേശം എന്നല്ല, ആ ക്രോഡീകരണം നടത്തി അത് ഞങ്ങളുടെ ആനുവൽ വാർഷിക റിപ്പോർട്ടിൽ പോലും ഓരോ കോളേജിന്റെയും പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ റിപ്പോർട്ട് ഞങ്ങളുടെ ഭരണസമിതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഭരണസമിതി അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ കോളേജുകൾക്കെല്ലാം നല്ല മോട്ടിവേഷൻ കൊടുക്കാനുള്ള നേതൃത്വപരമായ പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭരണസമിതി അതിന് വേണ്ടുന്നുള്ള എല്ലാ സഹായം തന്നിട്ടുണ്ട്. കുട്ടികൾ വളരെ ഊർജ്ജസ്വലരായ പ്രവർത്തകരാണ്. NSS പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു തിരയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അതിലെ ആവേശത്തോടെയാണ് കുട്ടികൾ ഏറ്റെടുത്തുള്ളത്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ചങ്ങല പോലെ ഒരു എല്ലാ വർഷവും വരുന്ന കുട്ടികളെ പുതുതായി ഞങ്ങൾ യൂണിറ്റിലേക്ക് എടുക്കുകയും അവർക്ക് വേണ്ടുന്ന പിന്നെ നിർദ്ദേശങ്ങളും ലീഡർഷിപ്പ് ക്വാളിറ്റിയും എല്ലാം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കോളേജ് കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും നല്ല യൂണിറ്റിലെ സ്റ്റാഫ് കോർഡിനേറ്റർ എന്ന നിലയിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ഒരു സാമൂഹ്യ പ്രവർത്തന സംഘടന എന്ന നിലയിൽ NSS ഞങ്ങളുടെ കോളേജിൽ പ്രവർത്തിപ്പിക്കുന്നു. അതിന് കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തത് പ്രത്യേകിച്ചും ഉണ്ട്. അത് ഒരു പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ഏറ്റെടുത്തുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാലും ഇത്രയും സമയം ചോദിക്കുന്നതിന് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. ഇപ്പൊ പുനർജനി ക്യാമ്പ് ഹോസ്പിറ്റൽ ഉപകരണങ്ങളൊക്കെ നന്നാക്കാണ് നമ്മൾ നടത്തിയിരുന്നത് അങ്ങനത്തെ ഒരു ക്യാമ്പ്. അപ്പൊ അത് വളരെ വിലപ്പെട്ടതാണ്. അങ്ങനത്തെ ക്യാമ്പ് ഒരു ഗ്രാമം തന്നെ ഏറ്റെടുത്തു. ബെസ്റ്റ് PO അവാർഡ് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സാറിന് കിട്ടി. ഇതൊക്കെ വളരെ സന്തോഷം തരുന്നതാണ്. പിന്നെ അതിലെല്ലാം ഉപരി എനിക്ക് ഏറ്റവും രസകരമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും തോന്നിയത് സാർ ഒരു വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന് അതുകൊണ്ട് സാറിന് അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നും ഉറപ്പായി കഴിഞ്ഞു. കാരണം അവിടെ തൊട്ടേ സാർ അതിനെ തൊട്ടറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിക്കാം സർ. ശരി, താങ്ക് യു സർ. അപ്പോൾ സാറിൻ്റെ സൗണ്ട്, ഡോക്ടർ ശശികുമാർ സാറിൻ്റെ സൗണ്ടാണ് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത്, വോയിസാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൻ്റെ അകത്ത് മനസ്സിലാക്കിയെടുക്കാനും പറ്റി. സാറിന് NSS വോളണ്ടിയർ ആയിരുന്നു. KP ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയൊക്കെയാണ് സാറ് NSS കൊണ്ടുപോകുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ക്ലിയറായി കേട്ടോ. അപ്പം വളരെ സന്തോഷമുണ്ട് സാറ് ഈ ഇത്രയും ഉത്തരങ്ങൾ തന്നതിൽ.
അടുത്തതായിട്ട് നിങ്ങൾ അതിൻ്റെ മുന്നേ കുറച്ച് കമൻസ് വായിക്കട്ടെ. കമൻസ് വന്നിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ഞാനതങ്ങ് വിട്ടുപോയിട്ടോ. വിശാഖ് പറഞ്ഞിട്ടുണ്ട് എ ഗ്രേറ്റ് എഫേർട്ട് ബൈ രതീഷ് സാർ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഒരു വലിയ എഫേർട്ടാണ് രതീഷ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് കാണാം, സാറിൻ്റെ ഇൻ്റർവ്യൂ കാണാം. ജിൻ സാർ KMCT എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫാണ്. ജിൻ സാർ ഗ്രേറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സാർ ഈ സമയത്ത് വന്ന് ഈ ഒരു കമൻറ്റ് ഇട്ടതിന്. ഡിജിറ്റൽ മാപ്പ് സൂപ്പറാണെന്ന് ജിൻ സാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിശാഖ് പറഞ്ഞിട്ടുണ്ട് മാപ്പത്തോൺ എ ഡിജിറ്റൽ മാപ്പ് ഫോർ കേരള. താങ്ക് യു വിശാഖ്, കറക്റ്റാണ്, ഡിജിറ്റൽ മാപ്പ് ഫോർ കേരള തന്നെയാണ്. സനുദാസ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശാഖ് താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ കേട്ടിട്ടായിരിക്കാം താങ്ക് യു സാർ എന്ന് വിശാഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമൻസാണ് വന്നിട്ടുള്ളത്. കമൻസ് എല്ലാം വായിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളുടെ ഇൻ്റർവ്യൂ ആണ് കാണാൻ പോകുന്നത്. പ്രിൻസിപ്പാളുടെ നെയിം ഡോക്ടർ റൂബിൻ വി വർഗീസ് സാറാണ്. അപ്പോൾ സാറിന് ഇൻ്റർവ്യൂ എടുത്തപ്പം ഭയങ്കര ഇൻസ്പിറേഷനായിട്ടാണ്, ഭയങ്കര മോട്ടിവേഷണലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സാറ് പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജ് ശരിക്കും ഭാഗ്യം ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത്രയും എഫക്റ്റീവ് നിങ്ങളെ കൂടെ ഇഴുകിച്ചേരുന്നതുമായിട്ടൊരു പ്രിൻസിപ്പൽ നിങ്ങൾക്കുണ്ട്. സാറ് NSS പ്രവർത്തനങ്ങളെ വളരെ ഹൃദയത്തിനോട് ചേർത്തി നിർത്തുന്നു. സാറിൻ്റെ തിരക്കിനിടയിലും എപ്പോഴും NSSന് സാറിനൊരു സ്പേസ് കൊടുക്കുന്നു. അങ്ങനെ സാറ് സംസാരത്തിൽ നിന്ന് എനിക്കത് ക്ലിയർ ആയിട്ടുണ്ട്, സാർ എത്രത്തോളം NSSന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പം ശരിക്കും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് പ്രിൻസിപ്പൽ റൂബിൻ വി വർഗീസ് സാറിൻ്റെ വോയിസിലേക്കാണ്, ഇൻ്റർവ്യൂവിലേക്കാണ്. അപ്പം നമുക്ക് ആ ഇൻ്റർവ്യൂ കേട്ടിട്ട് തന്നെ സാറ് NSSന് സാറിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കേൾക്കൂ, പ്രിൻസിപ്പൽ റൂബിൻ വി വർഗീസ് സാറിൻ്റെ വേർഡ്സ് നിങ്ങൾ കേൾക്കൂ. ഹലോ, വെൽക്കം സാർ. വെൽക്കം സാർ. ഇതൊരു KNSS ബേസ്ഡ് പ്രോഗ്രാമാണ് സാർ. ഞാൻ RJ നിഷിതയാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ റൂബിൻ വി വർഗീസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം സാറിന്റെ NSS യൂണിറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ അത് ചോദിക്കുകയാണ് സാറിനോട്. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായ താങ്കൾ കോളേജിന്റെ NSS പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന് അതിന്റെ NSS യൂണിറ്റിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ കോളേജിൽ ഞാൻ 3 വർഷം മുമ്പാണ് പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തത്. അപ്പൊ ആദ്യമായിട്ട് അവിടെ ചെന്നിട്ട് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് NSSനെ നമ്മൾ കാണുന്നത്. അന്ന് നമ്മുടെ ഒരു അംഗൻവാടി നവീകരണം, അതുപോലെ വൃദ്ധജനങ്ങളുടെ പരിചരണം അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു ഗ്രാമപ്രദേശങ്ങളിലെ ഒരു പാവപ്പെട്ട ഒരു സബർബൻ ഏരിയയിലേക്കുള്ള ഒരു പെട്ടെന്ന് അങ്ങനെ വന്നിട്ട് അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു കുട്ടികൾ അവരുടെ ഇനിഷ്യേറ്റീവാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അധ്യാപകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല ആക്റ്റീവാണ്. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അധികമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കോളേജിൽ 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ ഫ്ലഡില് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഫ്ലഡിന്റെ റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 1500ഓളം ആളുകള് പെട്ടെന്ന് വെള്ളം പൊങ്ങി, പെട്ടെന്ന് ഒരു നിമിഷം പെട്ടെന്ന് വന്ന് അങ്ങ് നിറയുകയായിരുന്നു. അപ്പൊ ശരിക്കും ആ ക്യാമ്പ് ഒരു 1 ഡേ ലേറ്ററായിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് അറിയിപ്പ് അങ്ങനെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ദിവസം വൈകുന്നേരം എല്ലാവരും കൂടി അങ്ങോട്ട് വന്നു. അപ്പൊ നമുക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് കുട്ടികളെ വിളിച്ചു. ഉടനെ കുട്ടികൾക്ക്, അവരും ഈ ഫ്ലഡ് അഫക്റ്റഡ് ആണ്, പക്ഷെ അവരും എല്ലാവരും വന്നു. നമ്മുടെ മറ്റ് കോളേജ് യൂണിയനിലെ കുട്ടികളുണ്ടായിരുന്നു. ആക്റ്റീവായിട്ട് എല്ലാ കുട്ടികളെ സഹകരിപ്പിച്ചു. അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഈ NSSന്റെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ കോളേജിൽ ഉണ്ടാവുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ശരിക്കും NSS ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ വളരെ സന്തോഷം സാർ. കാരണം ആ ഒരു പ്രദേശത്ത് ഇത്രയും നവീകരണം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ആളുകളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞതില് വളരെ സന്തോഷമുണ്ട് സാറേ. അപ്പം ഇതിനെ പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്, സാറിന് ഒന്നാമത് പ്രിൻസിപ്പൽ പോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ആ തിരക്കിന്റെ ഇടയിലും സാറിന് സജീവമായിട്ട് ഇതിൽ ഇടപെട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു ചോദ്യം പൊതുവെ വരുമ്പോ നമ്മൾ പറയുന്നത് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മള് ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ വരാറുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത്
ശരിക്കും ഒരു വർക്ക് ഓർഗനൈസ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ഹൈ പൊസിഷനിൽ ഇരുന്നാലും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒത്തിരി വലിയ ഹൈ പൊസിഷൻ ഒന്നുമല്ല. എത്ര ഹൈ പൊസിഷനിൽ ഇരുന്നാലും വർക്ക് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എന്നെക്കാളൊക്കെ ഉയർന്ന ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. വർക്ക് ശരിക്കും ഓർഗനൈസ് ചെയ്യും. ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൽ നമ്മൾ ഉണ്ടാവുക. രണ്ടാമത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഡെലിഗേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ കൂടെയുള്ള അധ്യാപകരെന്ന് പറഞ്ഞാൽ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി അതിനെ നിർബന്ധിച്ചിട്ട് ഈ യൂണിറ്റിലേക്ക് ചേർത്ത കുട്ടികളോ സാർമാരല്ല. അവര് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്ത് കാര്യം ഉണ്ടായാലും അവർ മുന്നിലുണ്ടാവും. നമ്മളവരുടെ കൂടെ ചേരുക. പിന്നെ ഈവനിങ്ങിന് സമയം കിട്ടുമ്പോൾ കുട്ടികളെ ക്യാമ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോവുക. ഇപ്പൊ കഴിഞ്ഞ ക്യാമ്പുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഒരു ഫ്ലഡ് റിലീഫിന്റെ ഒരു ബണ്ട് നിർമ്മിക്കുന്ന ഒരു ക്യാമ്പിൽ പോയിരുന്നു. അപ്പം കുട്ടികളായിട്ട് ഇടപഴകുക. അവിടെ നമ്മൾ സാറും കുട്ടിയും അല്ലെങ്കിൽ അതിന് പ്രിൻസിപ്പൾ എന്ന നിലയിൽ മാറി നിൽക്കൊന്നും വേണ്ട. നമുക്ക് അവരുടെ കൂടെ ചേരാം, നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു റിലാക്സേഷനാണ്. ആ യൂണിറ്റുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന പറയുന്ന റിലാക്സേഷനാണ്. കുട്ടികളായിട്ട് ചേരാനുള്ള ഒരു അവസരം എന്ന നിലയിൽ എനിക്കത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ശരിക്കും. താങ്ക് യു സർ. ഞാനും KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ PO ആയതുകൊണ്ട് സാറ് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളവിടെ അതിർ വരമ്പുകളൊക്കെ മാറി ആ ഒരു രീതിയിൽ കുട്ടികളായിട്ട് ഇരിക്കിച്ചേരും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലാണ് NSS മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതറിയാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ സാറിന് NSSൽ സാറിന് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ NSSന്റെ ഭാഗത്തുനിന്ന്? NSSല് നമ്മുടെ കുട്ടികളായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോ ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യുന്നത്, പെട്ടെന്ന് അവർ അതിനുവേണ്ടി എനർജൈസ് ചെയ്യുന്ന ഒരു രീതി, അത് നമ്മൾ കണ്ടിട്ട് എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാമ്പുകളിലൊക്കെ പോകാൻ ഇടവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ഫിലിം ഡയറക്ടർ ജിയോ ബേബി സാറുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. കുറെ സമയം ഈ ഫിലിം മേക്കിങ്ങിന്റെ ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങള്, കഥ എഴുതുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് സംസാരിക്കുന്നത്. നമ്മുടെ ഫീൽഡല്ല, ഡിഫറെന്റ് ഫീൽഡാണ്. അപ്പൊ അത് അങ്ങനെയുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയാണ്. ഇങ്ങനെയുള്ള വലിയ ആളുകൾ സോഷ്യൽ സർവീസിന് അതുപോലെ അങ്ങനെയുള്ളവരുടെ ഇടപെടുന്നത് നമുക്ക് വളരെ സന്തോഷകരമാണ്. അതൊരു പ്രത്യേകതയാണ്. ഒരു കഴിഞ്ഞ ഫ്ലഡിന്റെ ഞാൻ പറഞ്ഞ ബണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് സമൂഹത്തില് നമ്മള് കണ്ട് നമ്മുടെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന വേറൊരാൾ, പ്രായമുള്ള ഒരാളോട് നമ്മൾ കുശലം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ വലിയ ഓർഗനൈസേഷന്റെ ഒക്കെ CEO-യും അല്ലെങ്കിൽ മാനേജറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരെല്ലാം കുട്ടികളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പറഞ്ഞ പ്രവൃത്തിയിലേക്ക് വരുവാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകതരം സോഷ്യൽ ഗ്യാതറിംഗ് ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു അനുഭവമാണ്, നല്ലൊരു കാര്യമാണ്. കോളേജിലെ NSS യൂണിറ്റുകൾ നമ്മുടെ കോളേജിൽ മാത്രമല്ല മിക്കവാറും എല്ലാ കോളേജിലും നടക്കുന്നുണ്ട്. പുന്നപ്രയിൽ കുറച്ചുകൂടെ എനർജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു അനുഭവമാണ്. അതെ സാറേ, അതാണ് NSS വോളണ്ടിയർ ആയിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതായത് അവന് അത് NSSലൂടെ ആർജിക്കുന്ന ഒരു കഴിവാണ്. അത് ജീവിതത്തിലുടനീളം ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും. അതാണ് സാറ് പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ഞാനിപ്പോ മനസ്സിലാക്കിയത്. അപ്പം അത് നമുക്ക് കുട്ടികളിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് പല മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ടൊക്കെ നമുക്ക് പല MLA MP ഇങ്ങനെയൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അതൊക്കെ വളരെ അതാണ് NSSന്റെ ഒരു ഊർജ്ജം. അത് ഭയങ്കര നമ്മളും എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും ഇതിന്റെ അകത്ത് നമ്മളിങ്ങനെ ഇടപെടുമ്പോ. പിന്നെ സാറ് നേരത്തെ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജില് ഒരു പുനർജനി ക്യാമ്പ് നടത്തിയതായിട്ട് സാറ് പറഞ്ഞു. പുനർജനി ക്യാമ്പ് വളരെ സഹായകമാണ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ കൊറോണ കാലത്ത് അത് ആ മെഡിക്കൽ കോളേജിന് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവാം. കാരണം കുറെ ഉപകരണങ്ങൾ നന്നാക്കിയിട്ടുണ്ടാവാം. അപ്പൊ അതിനെപ്പറ്റി സാറൊന്ന് പറയാമോ? നമ്മുടെ ക്യാമ്പ് അവിടെ നടന്നിട്ട് 1 വർഷത്തോളം കഴിഞ്ഞു. അത് ഫ്ലഡിന് മുമ്പായിരുന്നു. പക്ഷെ അവിടെ വരുമ്പോൾ നമുക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിന്റെ പരാധീനത അറിയാം. അവിടെ വലിയ ഉപകരണങ്ങൾ ആയിരിക്കാം, പക്ഷെ ചെറിയ കേടുപാടുകളെ ഉണ്ടാവും. അത് നന്നാക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അത് റിപ്പോർട്ട് ചെയ്യണം, എസ്റ്റിമേറ്റ് എടുക്കണം, പിന്നെ അതിന് ടെൻഡർ, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രീ ആയിട്ടത് ചെയ്യുന്നുണ്ട്. ഉപകരണങ്ങളൊക്കെ നന്നാക്കാൻ നമുക്ക് പലപ്പോഴും വളരെ പെട്ടെന്ന് സാധിക്കും. കുട്ടികൾക്ക് അതൊരു പ്രയോജനപ്രദമാണ്. അങ്ങനെ പറയുമ്പോൾ ചിലതിനൊക്കെ ഒരു ചെറിയൊരു ലൂസ് കോണ്ടാക്ട് പോലുള്ള ഇഷ്യൂസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിപ്പോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണമാണെങ്കിലും ചെറിയ പ്രോബ്ലത്തിന്റെ വില മാറ്റി വെച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ വാർഡില് നമ്മുടെ കുട്ടികൾ പോയിട്ട് ചിത്രം വരയ്ക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അവിടെ ഒരു അസുഖം ബാധിച്ചിരുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് വന്നിട്ട് ആ കുട്ടിയും
ചോദിക്കാം. ഞാൻ അപ്പൊ ചിത്രം വരയ്ക്കാൻ കുട്ടികൾക്ക് താല്പര്യമാണല്ലോ. അപ്പൊ ആ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ചിത്രം വരച്ചു. നല്ല അപ്പൊ അവിടെ എൻ്റെ വാർഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ടെന്ന് എല്ലാവരും അസുഖം മാറിയ പോലെയായിരുന്നു. കുട്ടികളുടെ ഒരു എല്ലാവരും ഇത് വന്ന് കാണുന്നു, കുറച്ച് പ്രായമുള്ള ചേട്ടന്മാരൊക്കെ വന്ന് ചിത്രം വരയ്ക്കുന്നു. അതൊക്കെ നല്ല അങ്ങനെ റോജറി ക്യാമ്പ് ഇങ്ങനെ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുക മാത്രമല്ല പരിസര ശുചീകരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്, ഒരു മെസ്സേജാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയില് മെഡിക്കൽ കോളേജിനെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും കൊറോണയെ ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മളുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഈ സമയത്ത് മെഡിക്കൽ കോളേജിന് വലിയൊരു ഹെൽപ്പ് ആയിട്ടും ഉണ്ടാവും ഒരുപാട്. ഈ സമയത്ത് നമ്മുടെ യൂണിറ്റും ഇതേപോലെ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് സാർ പറയുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം സാർ ഇത്ര തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൺവേ ചെയ്ത് തന്നു. സാറിന്റെ കുറെ അനുഭവങ്ങൾ സാർ ഇതിൽ നിന്ന് ഊർജ്ജം കൊടുക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ വളരെ സന്തോഷം സാറേ. വിലപ്പെട്ട സമയം ഈ ഒരു ഇത്രയും ഉത്തരങ്ങൾ ഞങ്ങൾക്ക് തരികയും കൺവേ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു. കേട്ടല്ലോ, വോയിസ് കേട്ടല്ലോ. റൂബിൻ വി സർഗീസ് സാർ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് ഇത്രയും നിങ്ങളോട് ഇഴുകിച്ചേരുന്നൊരു പ്രിൻസിപ്പൾ, നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു പ്രിൻസിപ്പൾ നിങ്ങൾക്കുണ്ട്. ശരിക്കും ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ വളരെ ഫ്രീ ആയിട്ടാണ് ആ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത്. അത് എനിക്ക് ശരിക്കും ആ സമയത്ത് ഫീൽ ചെയ്യുകയും കൂടെ ചെയ്തു. അപ്പോൾ ശരിക്കും സാറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കുട്ടികളുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. വളരെ സന്തോഷം തോന്നി. ഇനി കുറച്ച് കമൻസിലേക്ക് പോകാം. സനു ഹായ് പറഞ്ഞിട്ടുണ്ട്, വിശാഖ് താങ്ക് യു സാർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ആ കമൻസൊക്കെ ഉണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. കുറേ നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങൾക്ക് NSSനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട്, പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല എപ്പിസോഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ വലിയ ആളുകൾ എടുത്തുന്നത്, വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ, അതായത് ഡയറക്ടർ, റീജിയണൽ ഡയറക്ടർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ, പ്രിൻസിപ്പൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെയുള്ളവരുടെ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ എനിക്കെല്ലാം ക്ലിയർ ആവും. ഇനിയിപ്പം പ്രിയോ സാറ്, രതീഷ് സാറൊക്കെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്ന വോയിസ് ആരതെന്ന് വെച്ചാൽ അശോകൻ സാറിൻ്റെ വോയിസാണ്. ഈ അശോകൻ സാർ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. എനിക്ക് തോന്നുന്നു ആ പൊസിഷന് സാറിന് വളരെയധികം യോജിക്കുന്ന ആ അഡ്മിനിസ്ട്രേഷൻ. എനിക്ക് കുറച്ച് ഞാൻ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുകയും സാർ ഇതിന് നമ്മളെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾക്ക് സാറ് പോകുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ശരിക്കും സാറ് വളരെ നല്ല രീതിയിൽ NSSും കോളേജും എല്ലാം കൂടിയുള്ള അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പേരിന് സാറ് കറക്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു, പേഴ്സണലി എനിക്കങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ വളരെ പിന്നെ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ NSS എല്ലാവരും കൂടിയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കോർഡിനേഷനാണ് ആ കോളേജിലുള്ളത്. അതായത് PO ആയിട്ട് രതീഷ് സാറ്, സുമൻ സാറ്, APO ആയിട്ട് സ്നേഹ മിസ്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇതിന് അങ്ങനെ ഒരു വേർതിരിവ് വെക്കാതെ പ്രിൻസിപ്പളാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവോ എല്ലാവരും ഒരുമിച്ചാണ് അവർ NSSനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ശരിക്കും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ക്ലിയർ ആവുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അശോകൻ സാർ പറഞ്ഞപ്പോൾ എനിക്കിതൊക്കെ തന്നെയാണ് വ്യക്തമായത്. PO പറയുന്ന അതേ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാവും. അപ്പോൾ അതിനർത്ഥം ഇവരൊക്കെ ഒരേപോലെ ഇതിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന് ഈ നേട്ടങ്ങൾ കൈവരിക്കാനും ഇതുപോലുള്ള മാപ്പത്തോൺ പോലെയുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനും ഇനി അങ്ങോട്ട് നേതൃത്വം ചെയ്യാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക കേട്ടോ. അപ്പോൾ അശോകൻ സാറിൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കണ്ടേ, സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത് NSSനെ പറ്റി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായ അശോകൻ സാറിൻ്റെ ഇൻ്റർവ്യൂയിലേക്കാണ്. അപ്പം നമുക്ക് ആ ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അശോകൻ സാറിൻ്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. വെൽക്കം സാർ, FM പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതൊരു NSS ബേസ്ഡ് പ്രോഗ്രാമാണ്. ഞാൻ RJ നിഷിതയാണ് സംസാരിക്കുന്നത്. സാറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. നമ്മളിപ്പോ സംസാരിക്കുന്നത് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ അശോകൻ സാറിനോടാണ്. അപ്പൊ സാറിനെ വെൽക്കം ചെയ്യാണ്. സാറിനോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണെ, പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി താങ്കൾ എത്ര വർഷമായി സേവനമനുഷ്ഠിക്കുന്നു? ഞാൻ 4 വർഷമായി ഇവിടെ പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതിനു മുമ്പ് ട്രസ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതെ അല്ലേ. അപ്പൊ 4 വർഷമായിട്ട് സാർ പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? NSS പ്രവർത്തനങ്ങളൊക്കെ സാറിന് അത്രയും ടൈം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അതിന് നയിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സാറേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. താങ്കളുടെ കോളേജിലെ NSS പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്.
NSS പ്രവർത്തനം ഈ കോളേജിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. NSS സ്റ്റുഡൻസ് മറ്റു പല വിദ്യാർത്ഥികൾക്കും പല കാര്യങ്ങൾക്കും മാറുകയാണ്. സാമൂഹ്യ സേവന രംഗത്ത് മാത്രമല്ല, പഠനത്തിലും അതേപോലെ മറ്റു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അച്ചടക്കത്തിലും അവർ മറ്റുള്ളവർക്ക് മാതൃകയാണ്. അവരെ കണ്ട് നല്ല രീതിയിലാണ് അവിടെ രീതിയിലുള്ള മറ്റു കുട്ടികൾക്ക് പല കാര്യങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നല്ല മാതൃകയായിട്ട് കോളേജിൽ തന്നെ ഈ NSSന്റെ പ്രവർത്തനം കൊണ്ട് നല്ല രീതിയിലൊരു മെച്ചം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഇത്ര മാതൃകാപരമായിട്ട് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ NSS യൂണിയനിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ പോവുകയാണ്. തങ്ങളുടെ കോളേജിലെ തിരക്കിനിടയിലും NSS പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് പോകാൻ സാറിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്ത് കാര്യം ഉണ്ടായാലും ഞാൻ NSSന്റെ വിദ്യാർത്ഥികൾ എന്ത് കാര്യത്തിൽ അതിനകത്ത് ബന്ധപ്പെട്ടാൽ അവർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുൻഗണന കൊടുക്കാറുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഞാനും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ NSSന്റെ പ്രവർത്തകനായിരുന്നു. അതേപോലെ തന്നെ എന്റെ സ്വഭാവ രൂപീകരണത്തിലും അതേപോലെ എന്റെ നേതൃവാസനയ്ക്കും നമ്മുടെ സംഘടനാപരമായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ NSS എനിക്ക് നല്ല പ്രസംഗിക്കാനും NSSന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് നല്ല ഒരു അടിത്തറ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് NSSന്റെ വിദ്യാർത്ഥികൾ എന്ത് കാര്യം വന്ന് ആവശ്യപ്പെട്ടാലും എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ പ്രാധാന്യം കൊടുക്കാറുണ്ട് ഞാൻ. അത് വളരെ അറിഞ്ഞത് സന്തോഷം. കാരണം സാറിന്റെ പഠനകാലത്ത് തന്നെ ഇതിന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നും ഇപ്പോഴും സാറിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം സാറേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താങ്കളുടെ കോളേജിൽ പാസ് ഓഫ് ബ്ലഡ് എന്ന ഒരു പ്രോഗ്രാം NSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നല്ലോ. ഇതുവഴി മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള രോഗികൾക്ക് യഥാസമയം ബ്ലഡ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. അത് തന്നെ ബ്ലഡിന്റെ നമ്മളിവിടെ ഈ കോളേജിൽ ഈ മെഡിക്കൽ കോളേജിലെ ടീം ഇവിടെ വന്ന് പല പ്രാവശ്യവും ഞങ്ങള് നല്ല ബൾക്കായിട്ട് സ്റ്റുഡൻസിന് അവർക്ക് ഇവിടെ വെച്ച് തന്നെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ല അങ്ങോട്ട് ചെന്നും നമ്മള് ബ്ലഡ് ഹോസ്പിറ്റലിൽ ചെന്നും ബ്ലഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ NSSന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളിവിടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി ആക്സിഡന്റ് അതേപോലെ റെയർ ബ്ലഡ് കിട്ടാത്ത കേസിനൊക്കെ നമ്മൾ പല ഹോസ്പിറ്റലും എറണാകുളത്തും അതേപോലെ പല സ്ഥലത്തും വന്ന് നമ്മളിവിടുന്ന് വിദ്യാർത്ഥികൾ പോയി നമ്മൾ ചെയ്യാറുണ്ട്. എന്ത് കാര്യം നമ്മൾ ബന്ധപ്പെട്ടാലും നല്ല രീതിയിൽ അവിടെ ഏത് ബ്ലഡ് വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് നോക്കി അപ്പൊ തന്നെ കുട്ടികൾക്ക് പോകാറുണ്ട്. വളരെ സന്തോഷമാണ്. ബ്ലഡ് ഡൊണേഷൻ ഇത്ര താല്പര്യത്തോടെ യൂണിറ്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കോളേജിലെ NSS പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾ പ്രധാനമായും എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഈ ക്വസ്റ്റ്യന് സാറ് കുറച്ചുത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് സാർ ശ്രദ്ധിക്കുന്നത്? NSS ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾക്ക് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ NSSന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ അവര് ഈ ബെഡ് ഈ മോശമായി കിടന്ന പല ബെഡ് ഉണ്ടായിരുന്നു ജനറൽ ഹോസ്പിറ്റലിൽ. അതേപോലെ ഈ സ്റ്റാൻഡ് ബൈക്ക് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റാൻഡ് കമ്പ്യൂട്ടർ ഇതൊക്കെ നന്നാക്കി കൊടുത്തും ഈ ബെഡിനും അതേപോലെ ഈ സ്റ്റാൻഡ് ബൈക്ക് സ്റ്റാൻഡിനും ഒക്കെ പെയിന്റ് ചെയ്ത് നല്ല റിപ്പയർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ കോമ്പൗണ്ട് പല പ്രാവശ്യവും നമ്മുടെ NSSന്റെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് അവിടെ ബെഡിന്റെ ഒന്നും റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ കോമ്പൗണ്ട് പല പ്രാവശ്യവും അവിടെ ഫ്രണ്ടിൽ ഒരു അഴിപ്പിച്ച ഒരു ചാനൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ആക്കാനും പുല്ല് വൃത്തിയാക്കാനും ഒക്കെ ഇവിടെ കുട്ടികൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഹകരണ ആശുപത്രി ഉണ്ട്. നമ്മുടെ ഈ കേപ്പിന്റെ കീഴിൽ തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഇതേപോലെ ബെഡും സ്റ്റാൻഡും നമ്മുടെ ഈ തൂക്കി ഇടുന്നതും കൊടുക്കുന്നതൊക്കെ ഉള്ള അത് റിപ്പയർ ചെയ്യാനും പെയിന്റ് അടിച്ചു കൊടുക്കാനും നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ എഞ്ചിനീയറിംഗ് കോളേജ് നിൽക്കുന്നവരും സാധാരണ ഈ പാവപ്പെട്ട ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികളും ചാരിത്തൊഴിലാളികളും കൂടുതലുള്ളത്. അവർക്ക് ഈ പച്ചില്ലാമ ഉണ്ടായിരുന്നപ്പോൾ നമ്മള് ഈ പലയിടയ്ക്ക് കിറ്റും അതേപോലെ പച്ചക്കറി കിറ്റും NSSന്റെ ജോറോഫിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടുള്ള ഏരിയ. പിന്നെ ഏറ്റവും കൂടുതൽ NSSന്റെ സഹായം ഞാൻ കിട്ടിയ നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് ഏതാണ്ട് 1500ഓളം 2018-19 1500ഓളം നിവാസികൾ ഇവിടെ താമസിച്ചിരുന്നു. അവർക്ക് ഫുൾ ടൈം രാവിലെയും വൈകുന്നേരം അവിടെ എല്ലാ കാര്യങ്ങളും എന്നുവെച്ചാൽ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി നമ്മുടെ കോളേജ് ബസ് ഇവിടുന്ന് കൊണ്ടുപോയി അവരെ ഈ പല ഭാഗങ്ങളിലൂടെ ചെയ്ത് കൊണ്ടുവരികയും
അവർക്ക് പലരുമായിട്ട് ബന്ധപ്പെട്ട് മലബാർ ഏരിയയിൽ നിന്ന് വരെ നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തത് എല്ലാത്തുമായിരുന്നു. അതേപോലെ തന്നെ ഓണത്തിന് അന്ന് ആ സമയം ഓണത്തിന്റെ കാലഘട്ടം കൂടെ ആയിരുന്നു. ഓണത്തിന് ഇവിടെ ഞാൻ NSSന്റെ വ്യത്യാസം ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരം ഈ കുട്ടനാടൻ കലാപരിപാടികളുടെ ഉൾപ്പെടെയുള്ള പല പരിപാടികളും പിന്നെ നടത്തുകയും ചെയ്തു. അവിടെ വളരെ അവർക്ക് ഈ ഓണത്തിന് വീട്ടിൽ നിൽക്കാത്ത ഉള്ളൊരു ഫീലിങ്സ്, സ്വന്തം വീട്ടിലാണെന്നുള്ളൊരു ഫീലിങ്സ് മാറ്റി വെച്ച് നല്ല രീതിയിലുള്ള ഒരു പരിപാടി, കലാപരിപാടികളും അവർക്ക് വളരെ സന്തോഷമായിട്ട് രീതി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഈ NSSന്റെ നേതൃത്വത്തിൽ ഇവിടെ പുകവലി പിന്നെ മദ്യപാനം തുടങ്ങിയ വിപത്തിനെതിരായിട്ട് നമ്മൾ പലപ്പോഴും പിന്നെ റാലിയും നടത്താറുണ്ട്. നമ്മള് പിന്നെ എക്സൈസിന്റെ ഒരുപാട് സഹായം നമുക്ക് കരുതിയിട്ടുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇവർക്കും അതേപോലെ പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസ് അതൊക്കെ നടത്താറുണ്ട്. അതേപോലെ തന്നെ റോഡ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ നമ്മൾ ബോധവൽക്കരണ ക്ലാസും അതേപോലെ റാലിയും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പൊതുവെ NSS ഏത് മാതൃകമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കോളേജിൽ ആരോഗ്യം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം സാറേ. കാരണം ഇത്രയും മനോഹരമായിട്ടും ആത്മാർത്ഥമായിട്ടും NSS പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും മേപ്പത്തോൺ എന്നുള്ള ഈ കേരളത്തിന് ഡിജിറ്റൽ ഭൂപടത്തിന് നേതൃത്വം കൊടുക്കാൻ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന് കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ സന്തോഷം സാറേ. കാരണം തിരക്കിട്ട സമയത്തും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. താങ്ക് യു സർ. നന്ദി. കേട്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ അശോകൻ സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ലോ, ആ പേരിന് സാറ് കറക്റ്റാണ്. കാരണം ആ രീതിയിലാണ് സാർ അഡ്മിനിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൾ ആണെങ്കിലും നിങ്ങളുടെ കൂടെ, അതിന് പുറമെ രതീഷ് സാറ്, സുമൻ സാറ്, സ്നേഹ മിസ്, ശരിക്കും എനിക്ക് അസൂയ തോന്നുന്നുണ്ട് നിങ്ങളോട് കുറച്ച് കേട്ടോ. കാരണം അത്രയും പേരാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ പിറകെ നിൽക്കാൻ ഇത്രയും ആൾക്കാരാണ് നിങ്ങളുടെ കൂടെയുള്ളത്. വെറുതെ അല്ല, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കേട്ടോ. വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ 2 മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ശശികുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. സാർ പറഞ്ഞു, നിഷിത വെൽ ഡൺ യുവർ ഇൻ്റർവ്യൂ പ്രോസസ്. താങ്ക് യു സാർ, താങ്ക് യു. റേഞ്ച് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇങ്ങനെ ക്ലൈമറ്റ് കണ്ടീഷൻ അതാണല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നെ വിപിൻ സുരേന്ദ്രൻ തംസപ്പ് കേട്ടിട്ടുണ്ട്. താങ്ക് യു വിപിൻ. കേട്ട് മനസ്സിലാക്കൂ ഡിജിറ്റൽ മാപ്പിനെ പറ്റിയും പല വർക്കുകളെ പറ്റിയും ഒക്കെ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ രതീഷ് സാറിൻ്റെ ഇൻ്റർവ്യൂയിലേക്കാണ്. രതീഷ് സാറ് എന്താ പറയുക, പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. കൂടാതെ സുമൻ സാറുണ്ട്, സ്നേഹ മിസ് ഉണ്ട്. ഇത്രയും ആൾക്കാർ ഇനിയും ഒരുപാട് ആ പൊസിഷനിലേക്ക് ഇനിയും വരാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവാം. ഇപ്പോൾ അവർ അലങ്കരിക്കുന്ന പോസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രതീഷ് സാർ ഞാൻ പറയട്ടെ, ഞാൻ എന്താ പറയുക, ഒരു സാർ ഒരു റേഞ്ചാണ്. എനിക്കതാ മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ കുറച്ച് 1-2 ആഴ്ചയായി സാറായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അപ്പം ഈ സാറിൻ്റെ അത്രയും അതിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായിട്ടാണ് സാറ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ എന്താ പറയുക പ്രൊജക്റ്റുകൾ ആ കോളേജിനെ തേടിയെത്തുന്നത്. അപ്പോൾ രതീഷ് സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങിയത്. പക്ഷേ ആക്ച്വലി ഇൻ്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാർ അതിന് ആൻസർ ചെയ്യുന്നത് കണ്ടപ്പോൾ അത്രയും ആത്മാർത്ഥങ്ങൾ എല്ലാവരും ആ വോയിസ് ഒന്ന് കേൾക്കണം. അത്രയും ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ പിന്നെയും ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ആഡ് ചെയ്തതാണ്. കാരണം സാറിന് അതിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ, ഒരു കുട്ടിക്കെങ്കിലും ഒരു യൂണിറ്റിനെങ്കിലും അതൊരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നെയും ഇൻക്രീസ് ചെയ്തു. സത്യം പറഞ്ഞാൽ സാറിന് ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഞാൻ പിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ കേൾക്കണം. കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇൻ്റർവ്യൂവിന്. അപ്പോൾ നിങ്ങൾ കേൾക്കണം. അതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ റേഞ്ചും കൂടെ നമ്മൾ അനുവദിക്കട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രതീഷ് സാറിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് പോവാം. ആ വോയിസ് നിങ്ങൾ കേട്ടു നോക്കൂ, എന്നിട്ട് പറയൂ ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന്. കേൾക്കൂ. സംസാരിക്കുന്നത്. അപ്പൊ സാറിനെ ഞാൻ ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താണ്. നമ്മളിപ്പോ സംസാരിക്കുന്നത് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസറായ രതീഷ് എസ് സാറിന്റെ അടുത്താണ്. അപ്പോൾ സാറിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് ചോദിച്ചറിയാനുള്ളത്, സാർ ഏത് പോസ്റ്റിലാണ് കോളേജിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് നിഷിത നമ്മുടെ ടീച്ചറിന് ആദ്യമായിട്ടൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കോളേജിൽ വന്നതിനും ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുന്നതിന്. ഓക്കെ, ഇനി ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഏകദേശം
2010 മുതൽ NSS ആയിട്ടുള്ള ഒരു ബന്ധം തുടർന്നതാണ്. അപ്പോ കേപ്പിലെ പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നതും അപ്പൊ അവിടെയും കമ്പ്യൂട്ടർ സയൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു. ഓക്കെ, വളരെ സന്തോഷം സാർ. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അറിഞ്ഞതിലും വളരെ സന്തോഷം. അത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതായത് ഇപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇപ്പം മിനിസ്റ്റർ തോമസ് ഐസക് സാറിന്റെ ഓഫീസ് എന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് കുട്ടനാട്ടില് ഒരു 7-day ക്യാമ്പ് വഴി ഒരു മട കെട്ടി എന്നറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ട് തന്നെ ഒരു സംഭവിച്ച ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ യൂണിറ്റിന്റെ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലുപരി കാര്യങ്ങൾ നടന്നു വരികയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. അപ്പോ അന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ക്യാമ്പ് മറ്റൊരു സ്ഥലത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കുട്ടികൾ. അപ്പോ നമുക്കറിയാം, നമ്മൾ ഏത് കോളേജിലും ചെയ്യുന്നത് പോലെ ഒരു മാസം മുന്നേ തന്നെ നമ്മൾ അതിന്റെ പ്രാരംഭ വർക്കുകളൊക്കെ തുടങ്ങി. അപ്പോ അങ്ങനെ നമ്മളൊന്ന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു പ്രളയം പെട്ടെന്ന് ഉണ്ടാവുകയും ആ ഒരു കുട്ടനാട് ഏരിയ മുഴുവൻ വെള്ളത്തിനകത്ത് അകപ്പെടുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അപ്പോ നമ്മുടെ ഗവൺമെന്റിന് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങള് വേറൊന്നും ചിന്തിച്ചില്ല. ഞങ്ങളുടെ അടുത്ത മാസം ചെയ്യാനിരുന്ന ആ ഒരു ക്യാമ്പ് എല്ലാം ഞങ്ങള് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ അടുത്ത ദിവസം തന്നെ തുടങ്ങാനായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികള് എന്നെക്കാളും ഉപരി നമ്മുടെ കുട്ടികളാണ് അതിന് മുന്നിട്ട് നിന്നത്. ഞങ്ങൾ റെഡിയാണ് സാർ, എന്തിനും റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ആ കോള് കിട്ടി വിത്തിൻ സെക്കൻഡ്സ് തന്നെ അവരെ നമ്മുടെ കോളേജിൽ എത്തുകയും ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ സപ്തദിന ക്യാമ്പ് അവിടെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരോട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. അവര് നമുക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ താമസം, അവരുടെ വീട്ടിൽ നിന്നുള്ള പെർമിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടി വന്നു. അപ്പം അത് അത്രയും ഉത്തരവാദിത്വം നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അവരുടെ സുരക്ഷ എല്ലാം ഉറപ്പാക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ആ ഒരു വർക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാനും സാധിച്ചു. വർക്കില് ഏറ്റവും എടുത്തു പറയേണ്ടത് തോമസ് ഐസക് സാറിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു 5 ദിവസത്തിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് ഞങ്ങള് 100ഓളം NSS വോളണ്ടിയേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ കോളേജിലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറ്റാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്തു, പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പൊ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് കുറെ ലോറിയിൽ ടൺ കണക്കിന് മണല് തോട്ടപ്പള്ളിയിൽ നിന്നാണെന്ന് തോന്നുന്നു അത് അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. അപ്പൊ ഈ മട വീണിട്ട് ആ വെള്ളം മൊത്തം ആ പ്രദേശത്ത് 5000 കുടുംബങ്ങള് വെള്ളത്തിനടിയിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് കുറുകെയായിട്ട് ഉള്ള ഒരു മടയുണ്ടായിരുന്നു. ആ മടയെല്ലാം ഈ വെള്ളം പാച്ചിൽ ഒലിച്ചു പോയി, അല്ലെങ്കിൽ അതെല്ലാം തകർക്കപ്പെട്ടു. അപ്പൊ അത് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. 5 ദിവസത്തിനുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൻ ദുരന്തമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഈ ഒരു കോള് കിട്ടുന്നത്, പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നത്. അപ്പൊ ആ മണലെല്ലാം ഞങ്ങള് പൊരിഞ്ഞ വെയിലാണ്. അപ്പൊ നല്ല വെളുത്ത പെൺകുട്ടികളൊക്കെ ആയിരുന്നു. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അവരെല്ലാം കളറെല്ലാം പോയി തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു അവസ്ഥയിൽ അവരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കുട്ടികളെല്ലാവരും വീട്ടിലെത്തിയതും. അപ്പം മാതാപിതാക്കൾക്കും എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നെങ്കിലും നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് എല്ലാവരും ക്ഷമിച്ചു. അപ്പോ പിന്നീട് ആ മട നിർമ്മിക്കാനും മണൽച്ചാക്ക് എടുത്തു പൊക്കി ബംഗാറിൽ കയറ്റുവാനും ഒക്കെ നമ്മുടെ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ടു. ആ വെയിലും മഴയും എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ ഒരു ഷെൽട്ടർ പോലും ഇല്ലായിരുന്നു. അപ്പൊ ഷോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വളരെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് തന്നെയാണ് അവര് ആ ക്യാമ്പ് പൂർത്തീകരിച്ചത്. പിന്നീട്
പിന്നീട് നമ്മുടെ ക്യാമ്പില് അന്നത്തെ കൃഷ്ണതേജ IAS അസിസ്റ്റന്റ് സബ് കളക്ടറും ഒക്കെ നമ്മുടെ ക്യാമ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ എല്ലാ ആശംസകളും തന്നു. അവര് തന്നെ പരമാവധി നമുക്ക് വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ അവർ തന്നു. പിന്നീട് രാത്രിയും രാവിലെയും ഒക്കെ ഞങ്ങൾ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തു. അപ്പോ അതിനിടയിൽ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അത് വളരെ എൻജോയ് ചെയ്യാനും പറ്റി. എന്നാൽ സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ലൊരു വർക്ക് ചെയ്യുവാനും സാധിച്ചു. അപ്പൊ അതില് എല്ലാവരും വളരെ കൃതാർത്ഥരാണ് ആ ഒരു വർക്ക് ഏറ്റെടുത്തത്. അപ്പൊ അത് കൂടാതെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാ കോളേജുകളിൽ കൂടി നടത്തുന്ന ഒരു ആനുവൽ മീറ്റില് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ക്യാമ്പായിട്ട് അംഗീകാരവും കിട്ടി. ഞങ്ങളുടെ സമാപനത്തിന് റീജിയണൽ ഡയറക്ടർ സജിത് ബാബു സാറ് നേരിട്ടെത്തുകയും എല്ലാം നേരിട്ട് കാണുകയും ഉണ്ടായി. അപ്പൊ വളരെ നല്ലൊരു പ്രശംസയും എല്ലാം ഞങ്ങൾക്ക് തന്നു. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ആ ക്യാമ്പിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവം. വളരെ സന്തോഷം സാറേ, സാറിന്റെ അടുത്ത് തന്നെ കേൾക്കാൻ കഴിഞ്ഞതില്. കാരണം ഇത്രയും പേരുടെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ 7 ഡേ ക്യാമ്പിന്റെ വാല്യൂ വളരെയധികം കൂടുതലാണ്. പിന്നെ അംഗീകാരം കിട്ടി എന്നൊക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് കുട്ടികൾക്കും അവര് സാറിനും ഒക്കെ വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് സാറിന്റെ അടുത്ത് അറിയാനുള്ളത്, അതായത് മുഖ്യമന്ത്രി തുടക്കം കുറിച്ച ഒരു പ്ലാൻ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് കേരളത്തിന് ഒരു ഡിജിറ്റൽ ഭൂപടം വരികയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അത് നേതൃത്വം കൊടുക്കാൻ സാറിന്റെ NSS യൂണിറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? മാപ്പത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ്. അപ്പൊ അത് നമ്മുടെ IT മിഷനുമായിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നത്. അപ്പൊ അതില് നമ്മുടെ കേരള സാങ്കേതിക സർവകലാശാലയുടെ NSS സെല്ലാണ് ആ വർക്ക് ഏറ്റെടുത്തത്. അപ്പൊ ആ വർക്ക് ഏറ്റെടുത്തു. പിന്നീട് അതിൽ നിന്ന് നമുക്കാണ്, അല്ലെങ്കിൽ എന്റെ യൂണിറ്റിനാണ് ആ ഒരു സെലക്ഷൻ കിട്ടിയത് നമ്മൾ ആ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ സദൈര്യം ഞങ്ങളത് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ അതിനു മുന്നേ തന്നെ ആലപ്പുഴ ജില്ലയുടെ ട്രെയിനിങ് സെന്റർ ആയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത്യാവശ്യം മറ്റു കോളേജുകൾക്കും കുട്ടികൾക്കും വേണ്ടുന്ന ട്രെയിനിങ്ങുകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടായിരുന്നു ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ പ്രവർത്തനത്തിന്റെ ബേസിലാണ് ഞങ്ങൾക്ക് ആ ഒരു ഫുൾ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചതും. അപ്പൊ ഞങ്ങളത് സധൈര്യം ഏറ്റെടുക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നേതൃത്വം കൈകാര്യം ചെയ്യുകയായിരുന്നു. അപ്പൊ അതിന് ഈ ഭൂപടം വരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്ക് നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതായത് നമ്മൾ മറ്റുള്ള മാപ്പുകളെ ആശ്രയിച്ചായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ വരികയാണെങ്കിൽ അന്നേരം ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു മാപ്പുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. പക്ഷെ അതിനകത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് വേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ വിവരങ്ങള് പർട്ടിക്കുലർ കമ്പനികൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് ലക്ഷക്കണക്കിന് രൂപയായിരിക്കാം നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ എല്ലാം വേണമെങ്കിൽ അത്രയും പ്രൈവറ്റ് ആ ഒരു ഫേമിന് നമുക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു കടമ്പയാണ് അത്. അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് ആ ഒരു അപകടം നിൽക്കുന്ന സമയത്ത് പോലും നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് സ്വന്തമായിട്ട് ഒരു മാപ്പ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് IT മിഷനുമായിട്ട് ചേർന്നിട്ട് ആ ഒരു പദ്ധതി രൂപീകരിക്കപ്പെട്ടതും. പിന്നീട് നമ്മളും ആ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട്, നല്ല ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. IT മിഷന്റെ നല്ലൊരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പ്രേക്ഷകർ ഈ എപ്പിസോഡിൽ ഈ ഡിജിറ്റൽ ഭൂപടത്തിനെ പറ്റി അറിയട്ടെ. കാരണം ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്നും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുമെന്നും അവരും ഈ എപ്പിസോഡിലൂടെ അറിയട്ടെ. അപ്പൊ സാറിലൂടെ തന്നെ അതിന്റെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. വളരെ സന്തോഷമുണ്ട് സാറിന്റെ അടുത്തുനിന്ന് ഇത്രയും ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി കേൾക്കാൻ കഴിഞ്ഞത് കേട്ടോ സാറേ. ഇനിയും ഈ ഭൂപടത്തിന്റെ കുറച്ചും കൂടി വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നോ?
ശരിക്കും നമ്മള് 41 വേണ്ടിയിട്ട് ഇപ്പം എല്ലാ ജില്ലകളിലും ഓരോ കോർഡിനേറ്റർ, ഓരോ ട്രെയിനിങ് സെന്റർ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ട്രെയിനിങ് സെന്റർ വഴിയാണ് ആ ജില്ലയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് കൂടാതെ റീജിയനായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഓരോ റീജിയനായിട്ടും ഓരോ ചാർജ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൂടുതൽ ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ആശുപത്രികളെ മാർക്ക് ചെയ്തു. അപ്പൊ ആ ഒരു സെക്ഷൻ ടൈമിൽ വരുമ്പോൾ എല്ലാ ആശുപത്രികളും ചിലപ്പോൾ നമുക്ക് ആക്സസിബിൾ അല്ലായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ലോക്ക്ഡൌൺ പീരീഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈം ആയതുകൊണ്ട് നേരിട്ട് പോയിട്ട് ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്തത് അതാത് ഡിസ്ട്രിക്റ്റിലുള്ള ഓരോ അറിയാവുന്ന ആൾക്കാരെയും ആ ഏരിയയിലുള്ള ആൾക്കാരെ ഡയറക്റ്റ് ഫോൺ ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ആ ലൊക്കേഷന്റെ ഫോട്ടോ ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് തന്നെയാണ് ആ ഒരു ഡിജിറ്റൽ മാപ്പ് ഇത്ര കൃത്യതയോടെ രൂപീകരിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പൊ ആ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അതിൽ റീജിയൻ വൈസ് നമ്മുടെ മറ്റു കോളേജിലെ പിഒമാരും അതിൽ പങ്കെടുത്തിരുന്നു. ഉദാഹരണമായിട്ട് അമൽജ്യോതി കോളേജിലെ ശ്രീരാജ് സാറ്, പിന്നീട് ME കോളേജിലെ നമ്മുടെ അജാസുദ്ദീൻ സാറ്, അതേപോലെ തൃശ്ശൂര് ജോയൽ സാറ്, മലപ്പുറത്തെ ഷമീൽ സാറ്, പിന്നെ കാസർഗോഡ് മഞ്ജു ടീച്ചറും അതേപോലെ തന്നെ ബിനീഷ് മോഹൻ സാറ്. അപ്പൊ എല്ലാരും ചേർന്നിട്ടാണ് നമ്മളൊരു കൂട്ടമായിട്ടുള്ള ഒരു ഒത്തൊരുമയുടെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു മാപ്പ് ഇത്രയെങ്കിലും ആക്കി തീർക്കാനായിട്ട് സാധിച്ചത്. ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടില്ല. അത് ഉടൻ തന്നെ പൂർത്തീകരിക്കാൻ പറ്റും എന്നതാണ് പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഗവൺമെന്റ് ഭാഗത്തു നിന്നായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു സുനാമിയോ ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ മറ്റ് വെള്ളപ്പൊക്കമോ എന്ത് ദുരന്തമോ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാലും അത് പുതിയതായിട്ട് റീബിൽഡ് ചെയ്യാൻ, റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മാപ്പ് വളരെയധികം ഉപകരിക്കും. അതേപോലെ ഓരോരുത്തരുടെയും വീടിന്റെ ആളിന്റെ ഓണറിന്റെ പേര്, വീടിന്റെ മേൽവിലാസം, വാർഡ്, പഞ്ചായത്ത്, ഇതെല്ലാം ഇതിനകത്ത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർക്കും ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ആ മാപ്പിന്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇത്രത്തോളം എത്തി എന്നത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാം ഇതിൽ മാപ്പ് ചെയ്യണം. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഭാവിയിൽ നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും അതൊരു ആശ്വാസകരമായ കാര്യമായിരിക്കാം. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട് സാറേ. ഇത്രയും നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയത്തും ഇത്രയും വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പ്രേക്ഷകർക്ക് അറിയാനുണ്ട്. അതായത് ഇത് സൗജന്യമാണോ, ഈ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് സൗജന്യമാണോ, നെറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറച്ച് സംശയങ്ങളും കൂടി ഉണ്ട് ഇതില്. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു മാപ്പ് ഓൺലൈനായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ലോകം എമ്പാടും എല്ലാ രാജ്യങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനുള്ളിൽ പ്രോഗ്രാമിംഗും ഉണ്ട്. അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാപ്പ് ആക്സസിബിൾ ആണ്. നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിലും അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്യാം. നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ വീടും എന്റെ പരിസര പ്രദേശങ്ങളും ഞാൻ വർഷങ്ങളായിട്ട് ജീവിച്ച പരിചയമുള്ള സ്ഥലമാണ്. അപ്പൊ അത് മാപ്പിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ഒരു തെറ്റും കൂടാതെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ സ്വതന്ത്രമായിട്ട് ആ ഒരു ഫ്രീഡം അവിടെയുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വളരെ വേഗം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അതേപോലെ എന്തെങ്കിലും എഡിറ്റ്, അപ്പൊ മറ്റുള്ളവർ ചെയ്തത് തെറ്റാണെങ്കിൽ ആ എഡിറ്റ് നമുക്ക് ചെയ്ത് വെക്കുവാനും ഇതിലൂടെ സാധിക്കും. അപ്പൊ അത് കൂടുതൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേരളത്തില് ഉള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇതിനുള്ള ഏകദേശം ഒരു 1200 കുട്ടികൾ ഇതുവരെ ഇന്റേൺഷിപ്പ് ആയിട്ട് തന്നെ TTUവിന്റെ ഇന്റേൺഷിപ്പ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റും നമ്മൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സന്തോഷം സാർ. ഇത്രയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത്. അപ്പൊ 1200 കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് അവർ പൂർത്തിയാക്കിയെന്ന് അറിയാൻ പറ്റി. പിന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇതിൽ നിന്ന് 100 പേര് സെലക്ട് ചെയ്തിട്ട് അവര് IT മിഷന്റെ അണ്ടറിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇനി ഈ ഡിജിറ്റൽ ഭൂപടത്തിൽ എന്തെങ്കിലും ചേഞ്ചസോ കറക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവരാണത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നറിയാൻ പറ്റി. അപ്പൊ ഇതൊന്ന് സാറൊന്ന് വിശദമാക്കാം.
നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നു. അപ്പൊ ഓൺലൈനായിട്ടാണ് ട്രെയിനിങ് കൊടുത്തത്. 1000-ൽ പരം അതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നല്ല കുട്ടികളെ തന്നെ സെലക്ട് ചെയ്തു. അവർക്കൊരു ഗ്രൂപ്പായിട്ട് ഓരോ ബാച്ചായിട്ട് ഫോം ചെയ്തു. നമ്മൾ 6 ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രെയിനേഴ്സ് ഓരോ ബാച്ചായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുത്തത്. ഏകദേശം ഒരു 3-4 മണിക്കൂറുള്ള ഒരു ട്രെയിനിങ് ആണ് ഓരോ സെഷനും. അപ്പൊ അത് നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആ കുട്ടികളുടെ സമയവും എല്ലാം നോക്കി ഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ, ചില സ്ഥലങ്ങളിൽ മഴയും അത് കാരണം നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അതിൽ നിന്ന് കുട്ടികൾക്ക് ഓരോ വർക്ക് അസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 5000 ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് മിനിമം 2000 നോട്ട്സും 5 മാപ്പിംഗ് ഡേയ്സും ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഒരു കമ്പൽസറി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ കുട്ടികള് ഈ 2000 നോഡിന് പകരം, അതായത് ഒരു നോഡെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു കെട്ടിടം മാർക്ക് ചെയ്യുകയാണെങ്കിൽ 4 കോർണർ മാർക്ക് ചെയ്യുമ്പോൾ 4 നോഡ് ആവുന്നുണ്ട്. അപ്പോ അങ്ങനെ 2000 ആണ് നമ്മളൊരു ബാരിയറായിട്ട് പറഞ്ഞിരുന്നെങ്കിലും കുട്ടികൾ അത് ആദ്യത്തെ ബാച്ചിൽ തന്നെ കുട്ടികൾ 5000 കടന്നു ഒറ്റ ദിവസം കൊണ്ട്. പിന്നെ രണ്ടാമത്തെ ദിവസം 10,000, 20,000, 40,000, 60,000, ഇപ്പം 1 ലക്ഷം 1.5 ലക്ഷം വരെ ആയ കുട്ടികളുമുണ്ട്. അപ്പൊ അവര് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആയിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു 2000 മാത്രം കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കുട്ടികളെ അത്രയും നമ്മുടെ നാടിന്, നമ്മുടെ സ്വന്തം മാപ്പ്, ആ ഒരു ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ട് നാടിനെ അധികം സേവനം ചെയ്യണം എന്നുള്ള ആ മനസ്ഥിതിയുള്ള കുട്ടികളാണ് മുന്നോട്ട് വന്നത്. അപ്പൊ അങ്ങനെയുള്ള 1200-ല് 100 കുട്ടികളെ നമ്മളെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളെ നമ്മളെ നേരിട്ട് തന്നെ വിളിക്കുകയും അവർക്ക് IT മിഷന്റെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രെയിനിങ്, അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുത്തു. അവരെ ആ ഒരു എക്സ്പേർട്ട് ടീമായിട്ട് നമ്മൾ ഫോം ചെയ്യുകയും ചെയ്തു. അപ്പൊ അതില് അങ്ങനെ സെലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ജോയ് വർഗീസ് സാറ്, അതായത് KTUവിന്റെ NSSL കോർഡിനേറ്റർ ആണ് സാറ്, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ ഒരു പ്രോസസ്സ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു കോമൺ സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് തന്നെ. NSSL എനിക്ക് തോന്നുന്നു മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പുനർജീനിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് മോശം എന്നല്ല, പക്ഷെ അന്ന് നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടല്ലായിരുന്നു പ്രോഗ്രാംസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രക്ചേർഡ് ആണ്, അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഓരോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇനി മറ്റുള്ള കോളേജുകൾക്കും ഇതേപോലെ വർക്കുകൾ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇന്റേൺഷിപ്പ് വഴി അപ്പൊ ആ ഒരു ബെസ്റ്റ് 100 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു. IT മിഷന്റെ ട്രെയിനിങ് ഇവരിപ്പോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല കുട്ടികളെ, ഇനിയും അതിൽ നല്ല കുട്ടികളുണ്ട്, പക്ഷെ എല്ലാവരും നമുക്ക് അറ്റ് എ ടൈം ട്രെയിൻ, അതിലും തിരക്കിലാണ്. കാരണം കോവിഡിന്റെ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് നമ്മുടെ IT മിഷനും തിരക്കാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ ഒരു ട്രെയിനിങ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ കോവിഡിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെല്ലാം ഇതിനോടകം തന്നെ മാർക്ക് ചെയ്തു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും നമുക്ക് മറ്റുള്ള മാപ്പ് കൃത്യത കിട്ടണമെന്നില്ല, പക്ഷെ ഇവിടെ നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ആ സ്ഥലത്ത് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 100 കുട്ടികളാണ് ഇനി ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കുന്നതും അതിനെ കറക്റ്റ് ചെയ്യുന്നതും ഈ 100 കുട്ടികളായിരിക്കും. അപ്പൊ അവരാണ് ആ കേരളത്തിന്റെ ഇനി മുതൽ എക്സ്പേർട്ട് ടീം എന്ന് പറയുന്നത്. ഇനി അത് കൂടുതൽ എക്സ്പേർട്സിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് എത്ര പേര് ഉണ്ടെങ്കിലും മതിയാകില്ല, അത്രയും നല്ല മനസ്സുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരെ ഇനിയും നമുക്ക് വേണം. അപ്പൊ അതിന് ഇനി ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സാറേ, കുട്ടികളുടെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ മനസ്സ് തന്നെ നിറഞ്ഞു എന്ന് പറയാം. കാരണം അവർക്ക് 2000 നോട്ട്സും മതിയെങ്കിലും വളരെ കൂടുതൽ അവരത് ചെയ്തു, ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പം അത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും അവർ ഇനിയും ഭൂപടം കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അതിനെല്ലാം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ കേരളത്തിന്, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിന് സ്വന്തമായി ഒരു ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കാൻ APJ അബ്ദുൽ കലാം കേരള സാങ്കേതിക സർവകലാശാല NSSL വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
അല്ലെ? അതെ അതെ തീർച്ചയായിട്ടും. ഇനി അടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയാനുള്ളത്, പ്രേക്ഷകർക്ക് അറിയാനുള്ളത്, ഒരു സൈക്കിൾ റാലി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തി അതിന് നേതൃത്വം കൊടുക്കാൻ സാറിന്റെ യൂണിറ്റിന് കഴിഞ്ഞു എന്നറിയിട്ടുണ്ട്. അപ്പൊ ആ സൈക്കിൾ റാലിയുടെ രസകരമായ അനുഭവങ്ങൾ ഞങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാവോ സാർ? തീർച്ചയായിട്ടും. അത് ശരിക്കും നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളം മൊത്തം ഒരു സൈക്കിൾ റാലിയാണ് സംഘടിപ്പിച്ചത്. അതിൽ ഞങ്ങളുടെ കോളേജിന്റെ റോളെന്ന് വെച്ചാൽ റീജിയണൽ പാർട്ടായിരുന്നു. അതായത് കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പത്തനംതിട്ടയും ഞങ്ങളുടെ അണ്ടറിൽ വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു റീജിയൻ ആയിരുന്നു മെയിൻ ആയിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഓരോ മേഖലയിലും ഓരോ ചാർജാണ്. ആ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ആ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു മേഖലയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തനം പോയിട്ട് ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്തത് അതാത് ഡിസ്ട്രിക്റ്റിലുള്ള ഓരോ അറിയാവുന്ന ആൾക്കാരെയും ആ ഏരിയയിലുള്ള ആൾക്കാരെ ഡയറക്റ്റ് ഫോൺ ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ആ ലൊക്കേഷന്റെ ഫോട്ടോ ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ ഒരു ഡിജിറ്റൽ മാപ്പ് ഇത്ര കൃത്യതയോടെ രൂപീകരിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പൊ ആ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അതിൽ റീജിയൻ വൈസ് നമ്മുടെ മറ്റു കോളേജിലെ പിഒമാരും അതിൽ പങ്കെടുത്തിരുന്നു. ഉദാഹരണമായിട്ട് അമൽജ്യോതി കോളേജിലെ ശ്രീരാജ് സാറ്, പിന്നീട് ME കോളേജിലെ നമ്മുടെ അജാസുദ്ദീൻ സാറ്. അതെ, ക്ലൈമറ്റിൻ്റെ ഞാൻ ഇന്ന് ഇടയിൽ കയറുകയാണേ. ക്ലൈമറ്റിൻ്റെ കുറച്ച് വേരിയേഷൻ കാരണമാണ് കുറച്ചൊന്ന് വോയിസ് ഒന്ന് മാറി പെട്ടെന്ന്. അപ്പം അത് കാരണമാണ് സാറുടെ പറഞ്ഞ വോയിസിന് നിങ്ങളിപ്പോൾ കുറച്ച് കേട്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചൊന്ന് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് വെച്ച് തരാം. ഓക്കെ ആവുമെന്ന് നോക്കാം കേട്ടോ. അത് പെട്ടെന്നുള്ള ഒരു ചെറിയ ചേഞ്ചാണ്. നമ്മളിപ്പോൾ പ്രോഗ്രാം 1 മണിക്കൂർ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെയ്യാൻ പറ്റുന്ന അത്രയും പോട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും നല്ല കാര്യങ്ങളാണ് എല്ലാം. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് കൊണ്ടുപോകുന്നത് അത്രയും മാക്സിമം ഈ പ്രോഗ്രാം കൊണ്ടുപോകാം കേട്ടോ. അതേപോലെ റിഫ്രഷ്മെന്റും എല്ലാവരും ഒരുക്കിയിരുന്നു. അപ്പൊ അത് സ്വീകരണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പൊ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു സൈക്കിൾ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് തൽക്കാലം അത് ഒരു ബൈക്ക് സോൺ എന്ന് പറഞ്ഞ ഒരു കടയിൽ അവിടെ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പൊ അത് ക്ലിയർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. കുറച്ചു ദൂരം കഴിച്ചപ്പോൾ വീണ്ടും ഇത് സ്റ്റക്ക് ആവുകയാണ്. അപ്പൊ ഞങ്ങൾക്കിത് ഡൗട്ട് ഉണ്ടായിരുന്നു മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്നുള്ളത്. ഞാൻ വീട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് വേറെയും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ വണ്ടികൾ സൈഡ് വരുന്നില്ല. അപ്പൊ കൂടുതൽ ഇടിച്ചിട്ടിട്ട് പോകുന്ന ഒരു രീതിയിലാണ് ചില വണ്ടികൾ പോയിരുന്നത്. അപ്പൊ ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ പ്രഥമ കർത്തവ്യമായതുകൊണ്ട് അവരുടെ ജീവൻ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടും ഞാൻ പരമാവധി അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം അവിടെ ഞങ്ങൾ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അവർക്ക് സ്റ്റേയും എല്ലാം ഒരുക്കിയിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുകയായിരുന്നു. ഞങ്ങളെ വോളണ്ടിയേഴ്സും എല്ലാവരും പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഈ റാലിയിൽ പങ്കെടുത്തു. അവരെ ആഘോഷമാക്കി അവരെ ശരിക്കും എൻജോയ് ചെയ്യുകയായിരുന്നു. ലയൺസ് ക്ലബ്ബ് ഒക്കെ നമ്മുടെ കൂടെ വന്നു. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം വീണ്ടും യാത്ര ചെയ്തു. ചേർത്തല എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, RIT എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയും കൂടെ ഒരു സഹകരണത്തോടു കൂടി ഞങ്ങൾ പോയി. പക്ഷെ പോകുന്ന വഴിക്ക് അതിനകത്ത് ഒരു റൈഡർ സൈഡില് റോഡ് സ്കിഡ് ആയിട്ട് അവിടെ വീഴുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനും പറ്റി. അധികം പ്രശ്നം വന്നില്ല. ഞങ്ങൾ തിരിച്ച് വീണ്ടും റൈഡ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. കുറച്ചു നേരം കഴിയുമ്പോൾ അടുത്ത ഒരു റൈഡർ സൈഡിൽ ഒരു ബൈക്കിൽ ഒരാൾ വെറുതെ വണ്ടി നിർത്തിയിട്ട് ഫോൺ ചെയ്യുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു റൈഡർ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഈ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ബാലൻസ് പോവുകയും അദ്ദേഹം ഫോൺ ഉൾപ്പെടെ എല്ലാമായിട്ട് തറയിൽ പോവുകയും ചെയ്തു. തിരിച്ചു വന്ന് ഈ കുട്ടികളുടെ കോളറിലെല്ലാം പിടിച്ചു ഒരു ബഹളം ഉണ്ടാകുന്ന ഒരു സീനായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവിടെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഒരു മഹാത്മാഗാന്ധിയുടെ റാലിയാണ് എന്നെല്ലാം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അങ്ങനെയാണോ ഞാൻ അറിഞ്ഞില്ല, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ പോകുന്ന കുട്ടികളാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയും പിന്നീട് നമ്മളോടൊപ്പം തന്നെ അദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു കുറച്ചു ദൂരം. അപ്പൊ പിന്നീട് വലിയൊരു ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു സൗഹൃദവുമായി. പിന്നീട് ഞങ്ങള് പോകുന്ന വഴിക്ക് എറണാകുളം എത്തി അവരെ അടുത്ത റീജിയനിലേക്ക് കൈമാറുകയാണ്. സുജയ് സാറും നമ്മുടെ ജെയിൻ പോൾ സാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവര്
കൈമാറി അവരെ യാത്ര തുടർന്നു. പക്ഷെ പിന്നീട് ഒരു ദുരന്തമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് ഒരു റൈഡറിന് ഈ വണ്ടിയുടെ ബെൽറ്റ്, അതായത് ചങ്ങല, അത് പൊട്ടിയിട്ട് കാലിൽ തളച്ചു. അപ്പൊ അത് പിന്നീട് റൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് രതീഷ് സാർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അനുഗ്രഹമായിരുന്നു, മറ്റൊരു സംഭവം വരുത്തില്ലായിരുന്നു എന്ന് ഒരു സെന്റൻസ് എന്നെ വിളിച്ചു പറഞ്ഞു. അത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു റെക്കഗ്നീഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും സൂക്ഷിച്ച് ഒരു പ്രശ്നം, ഒരു പോറൽ പോലും അവർക്ക് ഏൽക്കാതെ, ഇതിനിടയിൽ കൂടെ വേറെ ആൾക്കാർ വന്നിട്ട് ഇതിനിടെ തമാശയ്ക്കായിരിക്കാം നമ്മുടെ റൈഡിന്റെ ഇടയിൽ കൂടെ ഹൈ സ്പീഡിൽ ഇതിനിടെ കുട്ടികളുടെ ഷർട്ട് ഒരു ബ്ലേഡ് വ്യത്യാസത്തില് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് മനഃപൂർവ്വം ഒക്കെ ചെയ്ത ആൾക്കാരുമുണ്ട്. അപ്പൊ അവിടെയൊന്നും ഒരപകടം വരാതെ അവരെ അവിടെ വരെ ദൈവാനുഗ്രഹം കൊണ്ട് എത്തിക്കുവാൻ സാധിച്ചു. പക്ഷെ പിന്നീട് ആ റൈഡറിനോട് ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, അടുത്തൊരു റൈഡ് നിങ്ങൾക്ക് ഇതിനു മുകളിൽ ഹിമാലയം ഒക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് എത്തുക എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു വിഷമവും അല്ലെങ്കിൽ എല്ലാം തോന്നിയിരുന്നു, ഇത് പോകാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ ഞാനത് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കണം, വീണ്ടും ഹിമാലയം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻഫർമേഷൻ കൊടുത്തു. പിന്നീട് ഞാൻ അറിഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞ ആ കുഞ്ഞു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണ് ആ ടീമിന്റെ ക്യാപ്റ്റൻ. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അപ്പോൾ എറണാകുളം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ കുട്ടിക്ക് കാസർഗോഡ് അല്ല, കാശ്മീർ അല്ല, ഏത് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും പോകാനായിട്ടുള്ള കപ്പാസിറ്റിയുള്ള ഒരു കുട്ടിയാണത്. മുബാറസ് എന്നാണ് പേര്. അപ്പൊ ആ കുട്ടിയും അവരുടെ ടീമും ഏറ്റവും നല്ല കേപ്പബിൾ ആണെന്ന് മനസ്സിലായി. ജോയി സാറിനൊന്നും തെറ്റിയിട്ടില്ല, കറക്റ്റ് സെലക്ഷൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പൊ അതൊരു ജീവിതത്തിൽ തന്നെ മറക്കാനാകാത്ത ഒരു 2 ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. എന്റെ കോളേജിലെ മറ്റുള്ള വിദ്യാർത്ഥികളും വോളണ്ടിയേഴ്സും അംഗങ്ങളും പ്രിൻസിപ്പലും സ്റ്റാഫും എല്ലാവരെയും സംബന്ധിച്ചിട്ട് ജീവിതത്തിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനിയും അതേപോലുള്ള പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റെടുക്കും, അത് ചെയ്യുക തന്നെ ചെയ്യും. വളരെ സന്തോഷം സാറേ. നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു അനുഭവമായിരുന്നു സാർ ഷെയർ ചെയ്തത്. സാറും അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. സാർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആണ്. പിന്നെ കുട്ടി പ്രത്യേകം എടുത്തു പറഞ്ഞത് വളരെ വലിയൊരു അംഗീകാരമാണ്, അതൊരു അവാർഡ് തന്നെയാണ് സാർ സാറിന്റെ ഇത്രയും കാലത്ത്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട് സാറേ. സാറിന്റെ ഒരു പ്രോഗ്രാമിൽ സച്ചിൻ ടെണ്ടുൽക്കറെ നേരിട്ട് കാണാനുള്ള അനുഭവം ഉണ്ടായി അറിഞ്ഞിട്ടുണ്ട്. ആ പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ NSS ജീവിതത്തില് ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് NSS ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റുള്ളവർ NSS പ്രോഗ്രാം ഓഫീസർ ആകണമെന്ന് പറയുമ്പോൾ പിന്നോട്ട് വലിയുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ആദ്യം മുതലേ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോ ഞാൻ അതിലേക്ക് വരാം. ഈ സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ട് ആ മാച്ച് എന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് ഒന്ന് അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രതീഷ് സാറിൻ്റെ വോയിസാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ വോയിസ് കേൾക്കാം. അപ്പൊ ആലപ്പുഴയിലെ അന്ന് ഞങ്ങള് ഗ്രീൻ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ആ ഒരു ജലോത്സവം, നെഹ്റു ട്രോഫി ജലോത്സവം എല്ലാവർക്കും അറിയാം. വളരെ ആവേശപൂർവ്വം നമ്മുടെ സംഘാംഗങ്ങൾ ബോട്ട് റേസ് നടത്തുന്നതാണ്. അപ്പൊ അതിന്റെ ഇനാഗുറേഷൻ ആയിട്ട് സച്ചിൻ ടെണ്ടുൽക്കറാണ് എത്തുന്നത്. അപ്പൊ അന്ന് ഞങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകുമാർ സാറും മുനിസിപ്പാലിറ്റി ലോറൻസ് സാറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് നേരിട്ട് തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളൊരു വാർത്ത അറിഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എന്റെ കുട്ടികളെയും വിളിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അപ്പൊ സാറിന്റെ വോയിസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പം പ്രോഗ്രാം വളരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, കേൾക്കാം. ഇല്ലാത്തവര് വരെ ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് 2 രൂപ ടിക്കറ്റ് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വരികയായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ വോയിസ് കേൾപ്പിക്കാനാണ് കേട്ടോ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം ഇപ്പം ഏകദേശം 1.25 മണിക്കൂറിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് നമുക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വിലപ്പെട്ട വോയിസാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രോഗ്രാം കുറച്ചും കൂടെ നീണ്ടു പോയത് കൊണ്ടാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. അപ്പം സാറിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടല്ലോ, എത്ര മാത്രം വന്നിരിക്കുകയാണ്, കേട്ടോളൂ. അകത്തേക്ക് കടത്തി വിടും. തിരിച്ചു വരുമ്പോൾ ആ 10 രൂപ അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ തിരിച്ചു നൽകുകയും ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മൾ ആ ഒരു സിസ്റ്റം എടുത്തിരുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് സഹായം ചെയ്യുവാനും പറ്റി, നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യുവാനും പറ്റി. അതേപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം, അതായത് ആ സച്ചിൻ ടെണ്ടുൽക്കറെ കാണുവാനും കഴിഞ്ഞു. അത് ഒരിക്കലും മറക്കാനാകാത്ത മറ്റൊരു അനുഭവമായിട്ട് മാറുകയും ചെയ്തു. സ്വന്തമായി സാറേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടപ്പോ. അതേപോലെ തന്നെ സാറ് എന്താ പറയാ, വേമ്പനാട്ട് കായലും ആലപ്പുഴ ബീച്ചും രണ്ടും കംപ്ലീറ്റ്ലി സാറിന്റെ കുട്ടികള് ക്ലീൻ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി സാറൊന്ന് ഷെയർ ചെയ്യാവോ? അതെ തീർച്ചയായിട്ടും. അതായത് വേമ്പനാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ആലപ്പുഴയില് ടൂറിസത്തിന്റെ ഒരു മേഖലയാണ്. അപ്പോ ഒരുപാട് ടൂറിസ്റ്റുകൾ പല പല രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നതാണ്. അപ്പൊ അവരെല്ലാം നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിലാണ് എല്ലാവരും എത്തുന്നത്. നമ്മൾ അവരെ ആ രീതിയിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് അവരെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോട്ടില്, മറ്റു വേസ്റ്റുകള് എല്ലാം ആ കായലിൽ തള്ളിയിട്ടാണ് പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് അത്ര ഭംഗിയായിട്ട് വരില്ല. അപ്പോ ഞങ്ങളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയറുണ്ട് ബിജു സാറും മറ്റുള്ള ആൾക്കാരും എല്ലാം ഞങ്ങളെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പൊ ഈ ഒരു പൊല്യൂഷൻ ആലപ്പുഴയിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, വായു മലിനീകരണപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തി വന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ കൊണ്ട് ഈ ആലപ്പുഴ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞങ്ങൾക്കൊന്നും പറ്റില്ല, പക്ഷേ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് മാക്സിമം ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ മറ്റുള്ളവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം എല്ലാരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ക്ലീൻ ആയിരിക്കും. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങളും വേമ്പനാട് കായലിനെ സമീപിച്ചത്. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ഇഷാദ് സാറും ഇതിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തതും. അതായത് അവിടുത്തെ ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫുള്ള് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ നാട്ടിലുള്ള ആൾക്കാരും എല്ലാവരും ചേർന്നിട്ടാണ് ഞങ്ങളത് ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തതും. ആ വേമ്പനാട് കായലിലെ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന ഒരു ഏരിയ ഫുള്ള് നമ്മുടെ കുട്ടികൾ നേരിട്ട് തന്നെ, അപ്പോൾ ഗേൾസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന പ്രിക്കോഷൻസ്, സേഫ്റ്റി എല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് ഇവര് ബോട്ടില്, വള്ളത്തില്, വഞ്ചിയിലെല്ലാം പോയിട്ടാണ് കായലിൽ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പറക്കി ഫുള്ള് കളക്ട് ചെയ്തു. അതേപോലെ മറ്റുള്ള പോള, പായല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ കളക്ട് ചെയ്തു. അവിടെ ഒരു സ്വർഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാനായിട്ട് ഒരവസരം ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഇതേപോലെ തന്നെ ആലപ്പുഴ ബീച്ചും ക്ലീൻ ചെയ്തു അല്ലേ സാറേ? ആലപ്പുഴ ബീച്ച് ഓൾറെഡി അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ, കുറച്ച് ആൾക്കാർ, അത് ചിലപ്പം മറ്റു ബിസിനസ് നടത്തുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ആൾക്കാർ അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ആ പരിസര പ്രദേശങ്ങളിലും റോഡിലും ഡംപ് ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നൈറ്റ് അങ്ങനെ ആ ഒരു സമയത്ത് ചിലപ്പോൾ അധികം ആൾക്കാർ വാച്ച് ചെയ്യില്ല എന്ന് കണ്ടിട്ട് അവിടെ കൊണ്ടുവന്നിരുന്ന ഒരു ശീലം പൊതുവെ അവിടെ കണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത് അവിടെയുള്ള വോളണ്ടിയേഴ്സ് അത് വാച്ച് ചെയ്യുകയും ഞങ്ങളെ അത് ഇൻഫോം ചെയ്യുകയും ചെയ്തു. അതിന്റെ പ്രകാരമാണ് ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ഓരോ സ്ഥലങ്ങളും ആദ്യം തന്നെ ഞങ്ങൾ ഒന്ന് നോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ഉണ്ടെന്ന് മനസ്സിലാവുകയും ഞങ്ങൾ അവിടെ ചെല്ലുകയും ചെയ്തു. പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ ഉദ്ഘാടനം അങ്ങനെയുള്ള ഫംഗ്ഷൻ ഒന്നും വെച്ചിരുന്നില്ല. കാരണം ആ ഏരിയ ക്ലീൻ ചെയ്യുക നമുക്ക് മറ്റു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അതെങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുക, മറ്റുള്ളവർക്കത് വാസയോഗ്യമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതും ഈ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിലെ അവിടുത്തെ ഒരു സയന്റിസ്റ്റിനെ കാണാനായിട്ട് ഇടയായി. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലതാണ്, ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വരികയും ആ പ്രോഗ്രാം സാറ് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ വേറെ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് യാദൃശ്ചികമായിട്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാനും. അപ്പൊ അദ്ദേഹം ഒരു റിട്ടേൺ നോട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു, ഒരു മെസ്സേജ്. അപ്പോ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം ലോകം അറിയട്ടെ, മറ്റുള്ളവർക്ക്
ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരികയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ആ ഏരിയ ഞങ്ങളുടെ കുട്ടികൾ പോവുകയും ആ വേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നതും ആ പരിസര പ്രദേശങ്ങളിലും ബീച്ചിന്റെ അകത്തും ആ സ്ഥലത്തും എല്ലാ പ്രദേശങ്ങളും ഞങ്ങൾ ക്ലീൻ ചെയ്തു. കൂടാതെ തൊട്ടടുത്ത ഷോപ്പുകളിലും വീടുകളിലും എല്ലാം നേരിട്ട് പോയിട്ട് ഇനി മുതൽ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് കരുതിയിട്ട് അവിടെ പറയുകയും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അതിനുള്ള ഇൻഫർമേഷനും കൈമാറുകയും ചെയ്തു. അപ്പൊ SI ഉൾപ്പെടെ എല്ലാവരും അത് വാച്ച് ചെയ്തോളാം എന്നുള്ള പ്രോമിസ് ഞങ്ങൾക്ക് തന്നു. ഇപ്പം അതിനുശേഷം ഇപ്പം ആലപ്പുഴ ബീച്ചാണെന്ന് തോന്നുന്നു ഏറ്റവും നല്ല ഒരു ബീച്ചായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മറ്റു വേസ്റ്റുകളൊന്നും അവിടെ ഇല്ല, വളരെ ക്ലീൻ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവിടെ പോകാം. ഇനി അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു, അത് ഞങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് മനോരമ പത്രവും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ നമ്മുടെ ഈ കൊറോണ സമയത്ത് ആരെയും ബീച്ചിലോട്ട് കടത്തി വിട്ടിരുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളും മറ്റു മൃഗങ്ങളും ഭക്ഷണം കിട്ടാതെ ഈ ടൂറിസ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഇടുന്നതാണ് അവറ്റകൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മഴയത്തും മറ്റു ഷെൽട്ടറും ഒന്നും ഇല്ലാതെ വിറച്ച് ആഹാരമില്ലാതെ അവിടെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഞങ്ങൾ അതിന്റെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മൃഗങ്ങളെയും നമ്മള് ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഒരു ക്രിയേറ്റർ തന്നെയാണ്. ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതേപോലെ ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരുപാട് പക്ഷിമൃഗാദികള് വിഷം നലഞ്ഞ് കഴിയുന്നുണ്ട്. അപ്പോ നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാം. വളരെ നന്നായിട്ട് സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ബാക്കി NSS യൂണിറ്റുകൾ ഇത് കേൾക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷനായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ സാറിന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വോളണ്ടിയേഴ്സും ഈ ഒരു സ്വഭാവ വിശേഷത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. കാരണം ഇത്രയും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് സാറിന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ. അപ്പൊ അതിന് ഭയങ്കരധികം സന്തോഷമുണ്ട്. സാർ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യുകയും പക്ഷി മൃഗാദികളെ വരെ സാർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതും കണ്ണും മനസ്സും നിറയുന്ന ഒരവസ്ഥയാണ്. സന്തോഷം കൊണ്ട് വളരെയധികം സന്തോഷമായി സാറേ. അതിന്റെ വിലപ്പെട്ട സമയം ഈ ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സാറിന് മനസ്സും നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്താൻ. താങ്ക് യു. വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാറിൻ്റെ വോയിസ് മുഴുവനായിട്ട് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുണ്ടായിരിച്ചിട്ട്. കാരണം ഒരുപാട് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ നമ്മളെ പ്രോഗ്രാം വളരെയധികം എക്സ്റ്റെൻഡ് ചെയ്ത് പോയത് കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, പക്ഷെ എല്ലാം നമ്മൾ തരണം ചെയ്ത് പോകും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. ഇതിൻ്റെ കൂടെ RJ ശിവ ഉണ്ടായിരുന്നു, 2 ശിവയുണ്ട്, കൊല്ലത്തുള്ള ശിവ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ ഞാനിത് നമ്മളെ പേജിൽ ഇത് മനോഹരമായൊരു വീഡിയോ ആണ്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി നമ്മളെ പേജ് വിസിറ്റ് ചെയ്ത് അതേപോലെ അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനത് ബാക്കോട്ടൊന്ന് പോയി ജസ്റ്റ് കമൻ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ടിൻറ്റു മോൾ കൊറോണ ശബ്ദത്തിൻ്റെ ഉടമ ഷെയർ ചെയ്തിട്ടുണ്ട്, ഹരികൃഷ്ണൻ ഇട്ടിട്ടുണ്ട്, RJ ശിവ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത്. അരുൺ RJ അരുണുണ്ട്. എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹൃദയ അനൂപിനൊക്കെ വിളിക്കൂണിട്ട് ഒരു പില്ലർ യൂണിറ്റാന്ന് പറയുന്നുണ്ട്. ശരിക്കും കറക്റ്റാണ്. അപ്പോൾ ഇത്രയും പേര് വന്ന് ഇത് മെസ്സേജ് അയച്ചതിനും കമൻറ്റ് ചെയ്തതിനും എല്ലാവരും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുക വേണം. അത്രയും നല്ല പ്രോഗ്രാമാണ് ഇത്. എല്ലാവരിലേക്ക് എത്തണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കട്ടെ, നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും പോകാം. കാരണം അത്രയും നല്ലൊരു യൂണിറ്റിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതും എല്ലാം. അപ്പം നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത് APO സ്നേഹ മിസ്സിൻ്റെ സൗണ്ടാണ് കേട്ടോ. നല്ല സ്വീറ്റ് വോയിസാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മിസ്സിൻ്റെ വോയിസ് ഭയങ്കര സ്വീറ്റാണ്. മിസ്സിന് NSS മുമ്പ് പരിചയം ഇല്ലായിരുന്നു, പക്ഷേ NSSൽ എത്തിയപ്പോൾ മിസ് അതിന് വളരെയധികം ടിൻറ്റുമോൾ ജോസഫ് അതേന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ടിൻറ്റുമോൾ ജോസഫ്. ആരാന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ?
ഞാനൊന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ഈ പ്രോബ്ലം ഇവിടെ ഇത് കേൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ടിൻറ്റുമോൾ ജോസഫിൻ്റെ സൗണ്ട് നമ്മളെല്ലാവരും ഫോണിൽ കൂടെ കേൾക്കുന്നതാണ്. ആ കൊറോണ ശബ്ദത്തിൻ്റെ ഉടമയാണ് ടിൻറ്റുമോൾ ജോസഫ്. എനിക്ക് ടിൻറ്റുമോൾ ജോസഫിനെ ഇൻ്റർവ്യൂ ചെയ്യും കൂടെ ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ പ്രോഗ്രാം നമ്മൾ ആർജെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ഈ സൗണ്ട് ലോകം മുഴുവൻ അല്ലേ, ഈ സൗണ്ട് കേൾക്കാതെ ആർക്കെങ്കിലും ഫോൺ ചെയ്യാൻ പറ്റുമോ? അത്രയും റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ഒരു ശബ്ദത്തിൻ്റെ ഉടമ തന്നെയാണ്. അപ്പോൾ ടിൻറ്റുമോൾ ജോസഫ് വരെ നമ്മളെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദി ടിൻറ്റുമോൾ ജോസഫിൻ്റെ അടുത്ത് ഞാൻ രേഖപ്പെടുത്താനായിട്ട്. ഭയങ്കര സന്തോഷം. ഞാനിന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ച വ്യക്തിയാണ്. എനിക്ക് അത്രയും നിങ്ങളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പറയുന്ന രീതി വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്നേഹ മിസ്സിൻ്റെ സൗണ്ടിലേക്ക് പോവുകയാണ്. അത് നമുക്ക് കേൾക്കാം. അപ്പം ടിൻറ്റുമോൾ ജോസഫ്, ഹലോ ആർജെ നിഷിത. താങ്ക് യു ടിൻറ്റുമോൾ ജോസഫ്. അപ്പം ഞാൻ നെക്സ്റ്റ് പോവാണ്. സ്നേഹ മിസ്സാണ് നെക്സ്റ്റ്. സ്നേഹ മിസ്സ് അതിൻ്റെ മുന്നേ മിസ്സിന് പരിചയം ഉണ്ടായിരുന്നില്ല, പക്ഷേ എത്തിയപ്പം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് NSS. അപ്പോൾ സ്നേഹ മിസ്സിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. മനസ്സ് നന്നാവട്ടെ. ഞാൻ സ്നേഹാരൻ, പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിൻ്റെ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ഓഫീസറാണ്. 2016 മുതൽ ഞാൻ ഈ NSS കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. ആദ്യമായി NSS APU ആയി ഞാൻ ചാർജ് എടുത്തപ്പോൾ NSSൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി എനിക്ക് അധികം നോളജൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ത്രിദിന ക്യാമ്പായിരുന്നു ഞാൻ ആദ്യമായി പങ്കെടുത്ത അല്ലെങ്കിൽ ഭാഗമായ NSS പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു ശുചീകരണ പ്രവർത്തനമായിരുന്നു ആ ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശം. വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾ NSS വോളണ്ടിയേഴ്സ് എങ്ങനെയാണ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെന്നാണ് എനിക്ക് ആ ക്യാമ്പിൽ കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള NSS പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ സപ്തദിന ക്യാമ്പുകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആദ്യമായി പങ്കെടുത്ത സപ്തദിന ക്യാമ്പും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. പുനർജനി എന്നായിരുന്നു നമ്മളവിടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ പേര്. അവിടുത്തെ മെഡിക്കൽ കോളേജിലെ വിവിധ ഉപകരണങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളിലാണ് അന്ന് NSS വോളണ്ടിയേഴ്സ് ഏർപ്പെട്ടത്. ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു അത്. NSS വോളണ്ടിയേഴ്സിൻ്റെ യഥാർത്ഥ ഊർജം അന്ന് ആ ഒരു ക്യാമ്പിൽ നേരിട്ട് കാണാൻ സാധിച്ചു. പെയിൻറ്റിങ്, വെൽഡിങ്, റിപ്പയറിങ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നമ്മുടെ വോളണ്ടിയേഴ്സ് ചെയ്തു. അതിൽ പീഡിയാട്രിക് വാർഡിൽ നമ്മുടെ NSS വോളണ്ടിയേഴ്സ് മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ മുഖത്തും അവിടുത്തെ കുരുന്നുകളുടെ മുഖത്തും ഉണ്ടായ സന്തോഷം അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ക്യാമ്പിലുണ്ടായിരുന്ന കുക്കിംഗ്. NSS ക്യാമ്പിലുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് വന്നത്. ഉത്സാഹത്തോടു കൂടി മാത്രമല്ല, മത്സര ബുദ്ധിയോടുകൂടി അവർ മുന്നോട്ട് വന്നിരുന്നു. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിലും ഓരോ ദിവസത്തെയും മെനു ഫിക്സ് ചെയ്യുന്നതിലും അവർ കാണിച്ച ഒരു കൃത്യതയും അല്ലെങ്കിൽ അവർ കാണിച്ച ഒരു കോർഡിനേഷനും എല്ലാം ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ അവരുണ്ടാക്കിയ ആ ഭക്ഷണത്തിന്റെ ആ രുചി വിവരിക്കാൻ പറ്റാത്ത, വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഓരോ ക്യാമ്പും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഓരോ ക്യാമ്പും
ഞങ്ങളുടെ കോളേജിലെ NSS യൂണിറ്റിനെ പറ്റി എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത ചിന്താഗതികളുള്ള, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കുട്ടികൾ, അവർ പോലും ഒരേ അഭിപ്രായത്തോടെ അല്ലെങ്കിൽ ഒരേ മനസ്സോടെ NSS യൂണിറ്റിൽ ഒരുപാട് NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരുടെ കുറേ ഇൻ്റർവ്യൂസ് നമുക്കിതിൽ ഉൾപ്പെടുത്താനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് ഇപ്പം ഇത്രയും ഇപ്പോൾ 12 o'clock ആവാനായിട്ടും ഞാൻ ഈ പ്രോഗ്രാം ഇപ്പോൾ 12 o'clock ആയ സ്ഥിതിക്ക് ഞാനിപ്പോൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഇനിയും കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കണം. സ്നേഹ മിസ് തീർച്ചയായിട്ടും അപ്പോൾ എനിക്കൊരു വോയിസും കൂടി തരണം കേട്ടോ. അതൊരു റിക്വസ്റ്റാണ്. ഒരു വോയിസും കൂടെ മിസ്സിൻ്റെത് വേണം. കാരണം എനിക്ക് അത് കൺവേ ചെയ്യാനുണ്ട്. ഒരു വോയിസും കൂടി തരണം. മിസ്സേന്ന് വിളിച്ചിട്ടുണ്ട് വിശാഖ്. പിന്നെ കണ്ടക്ടിങ് സച്ച് എ വണ്ടർഫുൾ പ്രോഗ്രാം. താങ്ക് യു വിശാഖ്. എനിക്ക് ചെയ്യാൻ പറ്റി. അത് എൻ്റെ മാത്രം ഒരു കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കോർഡിനേഷനാണ് ഈ പ്രോഗ്രാം ഈ ഒരു വിജയത്തിലെത്തിച്ചത്. അപ്പോൾ അവിടെ ഓരോരുത്തർക്കും ഇതിനോട് സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് രതീഷ് സാറെ ഓർക്കുന്നുണ്ട്. സാറിൻ്റെ മനസ്സ് ഓർക്കുന്നുണ്ട്. പക്ഷി മൃഗാദികളെയും കൂടി സ്നേഹിക്കുന്ന സാറാണ്. ശരിക്കും ഒരു വേസ്റ്റ് സാറ് മാറ്റി അവിടുന്ന് വേസ്റ്റ് കൊണ്ടുവരുന്നത് ഒഴിവാക്കി ആലപ്പുഴ ബീച്ചിൽ. അപ്പം പരിസരം നന്നായി. പക്ഷേ അവിടെ കുറേ പക്ഷി മൃഗാദികൾ വിശന്നലയുന്നുണ്ട്. അതിനും കൂടി ഒരു സൊല്യൂഷൻ സാർ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടുത്തെ AO സാറാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും എല്ലാവരും വളരെ ഉഷാറായിട്ട് ആ ഗ്രൂപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സുമൻ സാറുണ്ട്. സുമൻ സാറിൻ്റെ ഒരു PO തന്നെയാണ്. ഇൻ്റർവ്യൂ അടുത്ത എപ്പിസോഡിലുണ്ടാവും. അപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നു. അതേപോലെ ജോയ് സാറ്, ഡയറക്ടർ സാറ്, ശശികുമാർ സാറ്, ജോയ് സാറ്, ഡയറക്ടർ സാറ് എല്ലാവരും വന്നു ഈ എപ്പിസോഡിൽ. അതിൽ ഞാൻ ഭയങ്കര സജിത് കുമാർ സാറ് എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് വലിയൊരു നേട്ടമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പം മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഈ എപ്പിസോഡ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. RJ ശിവ ഒരു വലിയൊരു മനോഹരമായൊരു പിക്ചറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെയും ഇടുന്നുണ്ട്. ഏതായാലും സന്തോഷം. അപ്പോൾ ഏതായാലും എല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അത്രയും നല്ല പ്രോഗ്രാമാണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ, ആളുകൾ കേൾക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു. RJ ശിവ കുറേ ഗുഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ സന്തോഷത്തോടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. സന്തോഷത്തോടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അടുത്ത എപ്പിസോഡ് പറയാം. ഏതായാലും വളരെ സന്തോഷം ചെയ്യാൻ പറ്റിയതിൽ. ദൈവം അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നതിൻ്റെ കൂടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭരാത്രി എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ നിഷിത on 93.3 കേരള FM.